കഥ തുടരുന്നു. ഹോസ്റ്റലിൽ മടങ്ങിയെത്തിയപ്പോൾ സുചിത്രയാണ് ബാഗിൽ നിന്ന് താക്കോലെടുത്ത് മുറി തുറന്നത്. കാർത്തികയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കിടക്കയിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. കാർത്തി, നീ ഒന്ന് സമാധാനപ്പെട്, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. സുചിത്ര അടുത്തിരുന്ന് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്തു വഴി? കുറച്ച് വിഷം മേടിച്ച് തിന്ന് ആത്മഹത്യ ചെയ്യാം, അല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറൊന്നും. എന്തൊരു വഞ്ചനയാണ് അയാൾ ചെയ്തത്. കാർത്തികയ്ക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. സുചിത്ര ചെന്ന് വാതിലടച്ച് ബോൾട്ടിട്ടു. ഇന്നലെ വന്ന് അയാൾ എന്തൊരു നാടകമാണ് നടത്തിയത്. കല്യാണം കഴിഞ്ഞെന്ന് ഒരു സൂചന പോലും തരാതെ അയാളെ വെറുതെ വിടാൻ പാടില്ല. ഒരു വർഷം കൂടി കഴിഞ്ഞിട്ടേ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ. ആദ്യം അനിയത്തിയുടെ കല്യാണം നടത്തണം. എന്തെല്ലാം കള്ളത്തരങ്ങളാണ് ഇന്നലെ അയാൾ പറഞ്ഞത്. ഓർത്തപ്പോൾ കാർത്തികയുടെ സങ്കടം ഏറി. നമുക്ക് അയാളുടെ വീട്ടിലേക്കൊന്ന് പോയാലോടി? പെട്ടെന്ന് സുചിത്ര ചോദിച്ചു. എന്തിന്? അയാൾ അങ്ങനെ മിടുക്കനാകണ്ട. സ്വന്തം ഭർത്താവിൻ്റെ തനിനിറം നവവധു മനസ്സിലാക്കട്ടെ. അയാളുടെ മധുവിധയിൽ കയ്പുനീര് വീഴ്ത്തണം. കാർത്തിക ഒന്ന് ആലോചിച്ചു. ഞാനും അതേക്കുറിച്ച് ആലോചിക്കാതിരുന്നില്ല. ചെന്ന് വേണമെങ്കിൽ അയാളുടെ ജീവിതം തകർക്കാം. പക്ഷേ എല്ലാവരും ഇക്കാര്യം അറിയും. പിന്നെ എനിക്കൊരു നല്ല ജീവിതം കിട്ടുമോ? അവൾ പറയുന്നതിലും കാര്യമുണ്ടെന്ന് സുചിത്രയ്ക്ക് തോന്നി. രഹസ്യമായി അപോഷണം നടത്തിയാൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ആരും അറിയില്ല. എങ്കിൽ പിന്നെ എത്രയും വേഗം അയാളെ വരുത്ത്. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം പിടിപ്പിക്കണം. അയാൾ നിന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകട്ടെ. കാർത്തിക മൊബൈലെടുത്ത് രമേശിൻ്റെ നമ്പറിൽ വിളിച്ചു. രമേശ് അപ്പോൾ നന്ദനത്ത് ജ്യോതിമൊത്ത് വിരുന്ന് വന്നിരിക്കുകയായിരുന്നു. മൊബൈൽ ബെല്ലടിച്ചപ്പോൾ അയാൾ അതെടുത്ത് നോക്കി. കാർത്തികയുടെ നമ്പർ കണ്ട് അയാൾ ചെറുതായൊന്ന് ഞെട്ടി. ആരാ രമേശേട്ടാ? ജ്യോതി ചോദിച്ചു. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാ. അയാൾക്ക് വിളിക്കാൻ കണ്ടൊരു നേരം. കല്യാണം കഴിഞ്ഞ് ഞാൻ ലീവിലാണെന്ന് അറിയാവുന്നതാ. വിവരദോഷി. ഫോണുമായി രമേശ് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അയാൾ പറഞ്ഞത് കേട്ട് ജ്യോതി പുഞ്ചിരിച്ചു. രമേശ് മുറ്റത്തേക്ക് ഇറങ്ങി ചെന്നു. എന്താ വിളിച്ചത്? അയാൾ ചോദിച്ചു. ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല. എന്നാ ചേട്ടൻ ഇങ്ങോട്ട് വരുന്നത്? സാധാരണ മട്ടിൽ കാർത്തിക ചോദിച്ചു. എനിക്കിപ്പോൾ ലീവ് എടുക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. അടുത്ത ആഴ്ച വരാം. അത് പറ്റില്ല, നാളെ വരണം. അല്ലെങ്കിൽ പാലയിലേക്കോ രാമപുരത്തിനോ ഞാൻ വരാം. അവിടെ നല്ല ഹോസ്പിറ്റലുകൾ കാണുമല്ലോ. അത് വേണ്ട, എറണാകുളത്ത് മതി. നാളെ പറ്റില്ല, മറ്റന്നാൾ ഞാൻ വരാം. കാർത്തി. ഉറപ്പ്? ഉറപ്പ്. അയാൾ ഉടൻ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ഇനി ആരും വിളിക്കണ്ട. ചിലപ്പോൾ മായ വിളിക്കാൻ സാധ്യതയുണ്ട്. മോനെ കഫകെട്ടുണ്ടെന്ന് ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞിരുന്നു. രമേശ് ജ്യോതിയുടെ മുറിയിലേക്ക് ചെന്നു. വാതിലടച്ചാണ് അയാൾ അവളുടെ അടുത്തിരുന്നത്. എന്തിനാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിളിച്ചത്? ഒരു വർക്കിൻ്റെ കാര്യം സംസാരിക്കാനാ. നാളെ ഒന്ന് ചെല്ലാമെന്ന് ചോദിച്ചു. ഒടുവിൽ മറ്റന്നാൾ ചെല്ലാമെന്ന് സമ്മതിക്കേണ്ടി വന്നു. സോറി. സാരമില്ല രമേശേട്ടാ, ഓഫീസ് കാര്യവും പ്രധാനമാണ്. നാളെ തന്നെ പോയിട്ട് വാ. പോയിട്ട് നേരെ ഇങ്ങോട്ട് വരണമെന്നേ ഉള്ളൂ. വേണ്ട, മറ്റന്നാൾ പോയാൽ മതി. അപ്പോൾ വാതിലിൽ ആരോ മുട്ടി. ജ്യോതി ചെന്ന് കതക് തുറന്നു. സീമയാണ് വന്നത്. ചായ കൊണ്ടുവരട്ടെ? അവൾ ചോദിച്ചു. വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് വരാം, ജ്യോതി പറഞ്ഞു. അപ്പോഴേക്ക് രമേശ് എഴുന്നേറ്റ് വന്നു. ചായ മാത്രം പോരാ സീമേ, കഴിക്കാൻ എന്തുണ്ട്? പുഞ്ചിരിയോടെ അയാൾ ചോദിച്ചു. ഉണ്ണിയപ്പം ഇഷ്ടമാണോ ചേട്ടാ? സീമ ചോദിച്ചു. ഇഷ്ടമാണ്, പക്ഷേ വീട്ടിലുണ്ടാക്കാറില്ല. കാരണം സുലോചന ചേച്ചിക്ക് ആ വിദ്യ അറിയില്ല. ജ്യോതിയും സീമയും ചിരിച്ചു. അവർ ഊണുമുറിയിലേക്ക് ചെന്നു. മേശപ്പുറത്ത് ചായയും ഒരു പ്ലേറ്റ് നിറയെ ഉണ്ണിയപ്പവും ഉണ്ടായിരുന്നു. ഞാനുണ്ടാക്കിയതാ മോനെ. മധുരത്തിരി കൂടിപ്പോയെന്നൊരു സംശയം, പത്മാവതി ടീച്ചർ പറഞ്ഞു. അയാളൊരു കസേര നീക്കിയിട്ടിരുന്നു. അടുത്ത് ജ്യോതിയും ഇരുന്നു. രമേശ് ഒരു ഉണ്ണിയപ്പം എടുത്ത് തിന്നു. നല്ല സോഫ്റ്റാണ്, മധുരവും കറക്റ്റ്. ഒട്ടും അധികമായിട്ടില്ല, അയാൾ പറഞ്ഞു. പത്മാവതി ടീച്ചറുടെ മുഖം പ്രസന്നമായി. വിവേക് എവിടെ? രമേശ് ചോദിച്ചു. അവൻ്റെ ക്ലാസ് കഴിഞ്ഞ് ട്യൂഷനുണ്ട്, സന്ധ്യ കഴിയും വരാൻ, ജ്യോതി പറഞ്ഞു. നിങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ടോ? ജ്യോതിയോട് സീമ ചോദിച്ചു. അഭിനയയിൽ മോഹൻലാലിൻ്റെ പുതിയ സിനിമ വന്നിട്ടുണ്ട്. നല്ല ഐഡിയ, നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം, പെട്ടെന്ന് രമേശ് പറഞ്ഞു. മണവാളിനും മണവാട്ടിയും കൂടെ പോയാൽ മതി. ഞങ്ങളാരും വരുന്നില്ല, സീമ പറഞ്ഞു. രമേശ് ചിരിച്ചു. അഞ്ചരയായപ്പോൾ രമേശും ജ്യോതിയും സിനിമയ്ക്ക് പോകാൻ ഒരുങ്ങി. അവൾ പൊട്ടു തൊട്ടുകൊണ്ട് നിന്നപ്പോൾ അയാൾ സ്വീകരണ മുറിയിലേക്ക് ചെന്നു. അവിടെ അപ്പോൾ സീമയുണ്ടായിരുന്നു. സീമ വരുന്നില്ലെന്ന് പറഞ്ഞത് സീരിയസ് ആയിട്ടാ? രമേശ് ചോദിച്ചു. ഞാൻ വരുന്നില്ല ചേട്ടാ, അവൾ പറഞ്ഞു. താനും കൂടി വാടോ, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല, അയാൾ നിർബന്ധിച്ചു. അതല്ല ചേട്ടാ, നിങ്ങൾ രണ്ടുപേരും കൂടി പോയാൽ മതി. എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. പരിഭവത്തോടെ അയാൾ അവളെ നോക്കി. എന്താണ്? തനിക്ക് എന്നോട് ഒരു സ്നേഹവുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ആഗ്രഹം തള്ളിക്കളയുമായിരുന്നോ? സീമ അയാളെ ഒന്ന് നോക്കി. രമേശ് ചേട്ടൻ എന്താണ് ഇങ്ങനെ പറയുന്നത്? അപ്പോഴേക്ക് ജ്യോതി വന്നു. സീമയെ കൂടെ കൊണ്ടുപോകാൻ ഞാനൊരു അവസാന ശ്രമം കൂടി നടത്തി നോക്കുകയായിരുന്നു, പക്ഷേ നടന്നില്ല, അയാൾ പറഞ്ഞു. വേഗം ചെല്ല്, അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടില്ല, സീമ പറഞ്ഞു. രമേശും ജ്യോതിയും കാറിനടുത്തേക്ക് ചെന്നു. സീമ അത് നോക്കി നിന്നു. രണ്ടുപേരും നല്ല ചേർച്ച. തിയേറ്റർ എവിടെയാണെന്ന് എനിക്കറിയില്ല, കാർ ഓടിക്കുമ്പോൾ രമേശ് പറഞ്ഞു. അത് സാരമില്ല, ഞാൻ പറഞ്ഞു തരാം.
അവർ തിയേറ്ററിൽ ചെന്നപ്പോൾ ടിക്കറ്റ് കൊടുത്തു തുടങ്ങിയിരുന്നു. സൗകര്യമുള്ള ഒരു സ്ഥലത്ത് രമേശ് കാർ പാർക്ക് ചെയ്തു. അപ്പോഴാണ് ഹരികൃഷ്ണനും സത്യനും അഭിഷേകും കാറിൽ നിന്നിറങ്ങിയത്. ഹരികൃഷ്ണനെ കണ്ട് ജ്യോതി ഞെട്ടി. ജ്യോതിയെ ആദ്യം കണ്ടത് അഭിഷേകാണ്. ഹരിതാ ജ്യോതിയും ഹസ്ബൻഡും. ഹരികൃഷ്ണന്റെ കാതിൽ അവൻ മന്ത്രിച്ചു. ഹരികൃഷ്ണൻ തല തിരിച്ചു നോക്കി. ജ്യോതിയെയും രമേശിനെയും അവൻ കണ്ടു. പുതിയ സാരി ഉടുത്ത് കഴുത്തിലും കൈകളിലും നിറയെ ആഭരണങ്ങളുമിട്ട് മുടിയിൽ മുല്ലപ്പൂ മാല ചൂടി സുന്ദരിയായി ജ്യോതി. ജ്യോതിയുടെയും ഹരികൃഷ്ണന്റെയും കണ്ണുകൾ കൂട്ടിമുട്ടി. ഹരികൃഷ്ണൻ പെട്ടെന്ന് നോട്ടം പിൻവലിച്ചു. നമുക്ക് തിരിച്ചു പോകാം അബി. അവൾ സ്വസ്ഥമായി സിനിമ കണ്ടോട്ടെ, അവൻ പറഞ്ഞു. 3 പേരും വേഗം കാറിൽ കയറി. കാർ മെല്ലെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്താ ജ്യോതി, എന്തു പറ്റി? അവളുടെ വിളറിയ മുഖം കണ്ട് രമേശ് ചോദിച്ചു. ഒന്നുമില്ല രമേശ് ഏട്ടാ. സിനിമയ്ക്ക് കയറാൻ ജ്യോതിക്ക് ഒട്ടും താല്പര്യം തോന്നിയില്ല. പക്ഷേ രമേശിന് സംശയമൊന്നും ഉണ്ടാകണ്ട എന്ന് കരുതി അവൾ നിശബ്ദത പാലിച്ചു. രമേശ് ടിക്കറ്റ് എടുത്ത് കൊണ്ടുവന്നു. ബാൽക്കണിയിൽ അവർക്ക് അടുത്തടുത്ത് സീറ്റ് കിട്ടി. ഹാളിലെ ലൈറ്റുകൾ അണഞ്ഞു. സിനിമ തുടങ്ങി. സ്ക്രീനിലേക്ക് നോക്കിയിരുന്നതല്ലാതെ ജ്യോതിയുടെ കണ്ണുകളിലൊന്നും പതിഞ്ഞില്ല. അവളുടെ മനസ്സ് എങ്ങോട്ടൊക്കെയോ പാറിപ്പറന്നു പോയി. സിനിമ ഇഷ്ടമായോ ജ്യോതിക്ക്? ഒടുവിൽ തിയേറ്ററിൽ നിന്നിറങ്ങുമ്പോൾ രമേശ് ചോദിച്ചു. നല്ല സിനിമ, അവൾ വെറുതെ പറഞ്ഞു. അടുത്ത ദിവസം അവർ അമ്പലത്തിൽ പോയി. അവിടെ വെച്ച് ഹരികൃഷ്ണനെ കണ്ടുമുട്ടുമോ എന്ന ജ്യോതി ഭയന്നെങ്കിലും കണ്ടില്ല. പിറ്റേന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ പോവുകയാണെന്ന് പറഞ്ഞ് രമേശ് രാവിലെ നന്ദനത്ത് നിന്നിറങ്ങി. അയാൾ നേരെ എറണാകുളത്തേക്കാണ് പോയത്. എവിടെയാണ് നീ ഇപ്പോൾ? പാലാരിവട്ടത്തെത്തിയപ്പോൾ അയാൾ കാർത്തികയെ വിളിച്ചു ചോദിച്ചു. ഞാൻ ഹോസ്റ്റലിലുണ്ട്, അവിടേക്ക് വന്നാൽ മതി. രമേശ് നേരെ കലൂരിലുള്ള വിമൻസ് ഹോസ്റ്റലിലേക്ക് ചെന്നു. വിസിറ്റേഴ്സ് റൂമിൽ ചെന്നപ്പോൾ കാർത്തിക കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്തിനാണ് നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? എൻ്റെ വയറ്റിലൊരു ജീവൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. രമേശ് ചേട്ടന് അക്കാര്യം ഓർമ്മയില്ലെങ്കിലും എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ, അവൾ പറഞ്ഞു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിനക്ക് എന്താണ് സൗകര്യമെന്ന് പറഞ്ഞാൽ മാത്രം മതി. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. പക്ഷേ എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലോ? അയാളൊന്ന് ഞെട്ടി. പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാനതിനെ പ്രസവിച്ചു വളർത്തും. രമേശ് ചേട്ടൻ്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടൻ എന്നെ കല്യാണം കഴിച്ചാൽ മതി. നമുക്ക് അബോർഷൻ നടത്താം കാർത്തി, അതാണ് സേഫ്. ആർക്ക് സേഫ്? എനിക്കോ അതോ ചേട്ടനോ? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മനസ്സിലാകാത്ത മട്ടിൽ അയാൾ ചോദിച്ചു. ഭർത്താവിന് കാമുകിയിൽ കുട്ടിയുണ്ടെന്നറിഞ്ഞാൽ ജ്യോതി പിണങ്ങിപ്പോയാലോ? പരിഹാസത്തോടെ അവൾ ചോദിച്ചു. രമേശ് നിറങ്ങിപ്പോയി. കല്യാണം കഴിഞ്ഞ കാര്യം ഞാനെങ്ങനെ അറിഞ്ഞെന്നായിരിക്കും വിചാരിക്കുന്നത്. മുകളിൽ ദൈവം ഒന്നൊരാൾ ഇരിപ്പുണ്ട്, മനസ്സിലായല്ലോ? രമേശിൻ്റെ തൊണ്ടയിൽ ഉമിനീര് പറ്റി. കാർത്തി, എനിക്ക് അക്കാര്യം നിന്നിൽ നിന്ന് ഒളിച്ചു വയ്ക്കേണ്ടി വന്നു. വീട്ടിൽ ചേച്ചിയുടെ നിർബന്ധം കൊണ്ടാണ്. അയാൾ നിസ്സഹായത അഭിനയിച്ചു. കുഴപ്പമില്ല, അബോർഷന് ഞാൻ തയ്യാറാണ്. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചെറിയ ഒരു നഷ്ടപരിഹാരം തരണം. സുചിത്ര പഠിപ്പിച്ചുവിട്ട വാക്കുകളാണ് അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. രമേശ് അങ്ങനെ പൊടിയും തട്ടിപ്പോകാൻ അനുവദിക്കരുതെന്നായിരുന്നു അവളുടെ അഭിപ്രായം. എന്ത് നഷ്ടപരിഹാരം? 1,00,000 രൂപ എനിക്ക് തരണം. എൻ്റെ മാനത്തിന് ഞാൻ വിലയിട്ടതല്ല. പക്ഷേ അത്രയും സംഖ്യ തന്നാലേ ഞാൻ അതിന് സമ്മതിക്കൂ. അല്ലെങ്കിൽ ഞാൻ നേരെ ജ്യോതിയുടെ അടുത്തേക്ക് വരും. നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താമല്ലോ. അയ്യോ വേണ്ട, ഞാൻ പണം തരാം, അയാൾ പെട്ടെന്ന് പറഞ്ഞു. എന്ന് തരും? നാളെ കഴിഞ്ഞ്, മറ്റന്നാൾ. ശരി. ആരോടോ ഒന്നും പറയരുത്, നിനക്ക് തന്നെ അപകടമാകും. ശരിയാ. പിഴച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ അന്തസ്സുള്ള ഏതെങ്കിലും ചെറുപ്പക്കാരൻ തയ്യാറാകുമോ? ഇല്ല. പോകാനായി രമേശ് എഴുന്നേറ്റു. ഞാൻ ചെന്നിട്ട് വിളിക്കാൻ കാർത്തി. ഉറപ്പായിട്ടും മറ്റന്നാൾ വരാം. അബോർഷൻ നടത്തണം. നീ പറഞ്ഞ തുക ഞാൻ കൊണ്ടുവന്ന് തരാം. ചെക്ക് വേണ്ട, ക്യാഷ് മതി, അവൾ പറഞ്ഞു. അതും സുചിത്രയുടെ നിർദ്ദേശമായിരുന്നു. രമേശ് പുറത്തേക്കിറങ്ങി കാറിൽ കയറി. അപ്പോൾ തന്നെ സ്ഥലം വിട്ടു. അന്ന് വൈകുന്നേരം സുചിത്ര വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും കാർത്തിക അവളോട് പറഞ്ഞു. പണവുമായി അയാൾ വരും. നിന്റെ കല്യാണത്തിൻ്റെ ചെലവുകളില്ലേ, നിനക്കത് ഉപയോഗിക്കാം, സുചിത്ര പറഞ്ഞു. പക്ഷേ സുചിത്രയെ, ആത്മാർത്ഥതയ്ക്കൊന്നും ഈ ലോകത്ത് വിലയില്ല മോളെ. പ്രായോഗികമായി ചിന്തിച്ച് ജീവിക്കുന്നവർക്കേ വിജയമുണ്ടാകും. രാത്രിയിൽ കാർത്തികയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു. വീട്ടിൽ നിന്ന് സുഭാഷാണ് വിളിച്ചത്. അമ്മയ്ക്കൊരു നെഞ്ചുവേദന ഉണ്ടായി. ഇവിടെ ശങ്കേഴ്സിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക, അയാൾ പറഞ്ഞു. വെറും നെഞ്ചുവേദനയാണോ അണ്ണ? അവൾ പെട്ടെന്ന് ചോദിച്ചു. അല്ലെന്നാ തോന്നുന്നേ. ചെന്നപ്പോൾ തന്നെ ICUവിലേക്ക് കയറ്റിയത്. നീ രാവിലെ ഇങ്ങ് വാ. ഞാനൊറ്റയ്ക്ക് ഇവിടെ എന്ത് ചെയ്യാനാണ്? രാവിലത്തെ ട്രെയിനിൽ ഞാൻ വരാം. അമ്മയുടെ അടുത്തിരിക്കാൻ സുഭാഷണിന് പറ്റില്ല. ടാക്സി ഓടിക്കാൻ പോയില്ലെങ്കിൽ അന്ന് ശമ്പളം കിട്ടുകയില്ല. റെയിൽവേ സ്റ്റേഷനിലാണ് അണ്ണൻ വണ്ടിയിട്ടിരിക്കുന്നത്. കാർത്തികയ്ക്ക് 4 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. 3 വർഷം കഴിഞ്ഞ് അമ്മ വീണ്ടും കല്യാണം കഴിച്ചു. സുഭാഷിന് അന്ന് 12 വയസ്സ്, അവൾക്ക് 7. കഴിഞ്ഞ കൊല്ലം സുഭാഷിൻ്റെ അച്ഛൻ മരിച്ചു. നാളെ നീ വീട്ടിൽ പോയാൽ പിന്നെ എന്ന് തിരിച്ചു വരും മോളെ? സുചിത്ര ചോദിച്ചു. എനിക്കറിയില്ലടി. എത്രയും വേഗം നീ തിരിച്ചു വരണം. രമേഷുമായുള്ള കണക്ക് തീർക്കണ്ടേ? കഴിയുന്നതും വേഗം അബോർഷൻ നടത്തുകയും വേണം. കാർത്തിക ഒന്നും മിണ്ടിയില്ല. രാവിലത്തെ ട്രെയിനിൽ അവൾ കൊല്ലത്തേക്ക് പോയി. റെയിൽവേ സ്റ്റേഷനിൽ സുഭാഷ് ഉണ്ടായിരുന്നു. അയാളുടെ ടാക്സിയിലാണ് അവൾ ഹോസ്പിറ്റലിലേക്ക് പോയത്. അമ്മയ്ക്കിപ്പോൾ എങ്ങനെ ഇരിക്കുന്നുണ്ടാ?
ചെറിയ അറ്റാക്കായിരുന്നു, സാരമില്ലെന്നാ ഡോക്ടർ പറഞ്ഞേ. ഇന്ന് വാർഡിലേക്ക് മാറ്റും. 2 ദിവസം കഴിയാതെ പോകാൻ പറ്റില്ലല്ലോ. അത് കേട്ടപ്പോൾ കാർത്തികയ്ക്ക് ആശ്വാസം തോന്നി. 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു പോകാമല്ലോ. കാശ് കുറേയാകും. അമ്മയുടെ പെൻഷൻ്റെ പാതിയോളം നിനക്ക് അയച്ചു തരുമല്ലേ. കഷ്ടിച്ച വീട്ടു ചെലവുകൾ കഴിഞ്ഞു പോകുന്നേ. കാർ ഓടിക്കുന്നതിനിടയിൽ സുഭാഷ് പറഞ്ഞു. അയാൾ കല്യാണം കഴിച്ചിട്ടില്ല. സ്വന്തമായി ഒരു കാർ വാങ്ങിയിട്ടേ കല്യാണം കഴിക്കൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. വണ്ടി ചെന്ന് ഹോസ്റ്റലിൻ്റെ മുമ്പിൽ നിന്നു. കാറിൽ നിന്നിറങ്ങുമ്പോൾ കാർത്തികയ്ക്ക് മനം പുരട്ടി വന്നു. അവൾ ഒന്ന് ഓക്കാനിച്ചു. എന്താടി? സുഭാഷ് ചോദിച്ചു. ഒന്നുമില്ലെണ്ണ, പെട്രോളിൻ്റെ മണമടിച്ചിട്ടാ, ഭയത്തോടെ അവൾ പറഞ്ഞു. അതിന് ആദ്യമായിട്ടല്ലോ നീ കാറിൽ കയറുന്നേ. അവൾ ഒന്നും പറഞ്ഞില്ല. 3 മണിയായി ശ്യാമളാമ്മയെ വാർഡിലേക്ക് കൊണ്ടുവന്നപ്പോൾ. പിറ്റേന്ന് ശ്യാമളാമ്മയെ ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ തന്നെ ആനന്ദവല്ലീശ്വരത്തുള്ള വീട്ടിലേക്ക് അവർ പോയി. 3 മുറിയുള്ള ഒരു ചെറിയ വീടായിരുന്നു അത്. രാവിലെ ചായ ഉണ്ടാക്കിക്കൊണ്ട് അടുക്കളയിൽ നിന്നപ്പോൾ വീണ്ടും കാർത്തികയ്ക്ക് ഓക്കാനം വന്നു. അവൾ മുറ്റത്തേക്ക് ഇറങ്ങി നിന്ന് ഛർദ്ദിച്ചു. കുഴപ്പമായി എന്ന് അവൾക്ക് മനസ്സിലായി. എത്രയും വേഗം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ സംശയം തോന്നും. കാർത്തിക അടുക്കളയിലേക്ക് പോകാൻ തിരിഞ്ഞപ്പോൾ പിന്നിൽ സുഭാഷ് നിൽക്കുന്നുണ്ടായിരുന്നു. എന്താടിത്? സംശയത്തോടെ അയാൾ ചോദിച്ചു. ഞാൻ എനിക്ക് പറയാൻ അവൾക്ക് വാക്കുകൾ കിട്ടിയില്ല. നീ വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. നിനക്കെന്താ പറ്റിയേ? സത്യം പറ. വല്ല അബദ്ധത്തിലും ചെന്ന് ചാടിയോ? കോപം കൊണ്ട് ജ്വലിക്കുന്ന കണ്ണുകളോടെ അവൻ ചോദിച്ചു. ഇല്ലെണ്ണ, വയറിന് സുഖമില്ലാതാ. അവളുടെ കവിളിൽ പടക്കം പൊട്ടുന്നതുപോലെ ഒരടി വീണു. കയറു വണ്ടിയിൽ, ആശുപത്രിയിൽ പോകാം. അവിടെ ചെല്ലുമ്പോൾ അറിയാമല്ലോ നിന്റെ വയറിന് എന്താ സുഖമാണെന്ന്. അയാൾ അവളുടെ കയ്യിൽ ബലമായി പിടിച്ചു. കാർത്തിക പൊട്ടിക്കരഞ്ഞു. സുഭാഷ് വീണ്ടും നിർബന്ധിച്ചപ്പോൾ അവൾക്ക് കാര്യം തുറന്ന് പറയേണ്ടി വന്നു. എന്താ അവൻ്റെ പേര്? അയാൾ ചോദിച്ചു. രമേഷ്. ജോലിയുണ്ടോ? എഞ്ചിനീയറാണ്. എന്നാൽ പിന്നെ സാരമില്ല, ഞാൻ കല്യാണം നടത്തി തരാം. രമേഷ് ഏട്ടന് ഭാര്യയുണ്ട്. വീണ്ടും അവളുടെ കവളിൽ ഒരടി വീണു. എവിടെ അവൻ്റെ വീട്? രാമപുരത്ത, പാലാക്കടുത്ത്. സുഭാഷ് അമർത്തിയൊന്ന് മൂളി. പിറ്റേന്ന് രാവിലെ അയാൾ കോട്ടയത്തിന് പോയി. അവിടെ നിന്ന് നേരെ രാമപുരത്തിന്. ശ്രീഭദ്രം എന്ന വീട് കണ്ടുപിടിക്കാൻ അയാൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നു. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ജ്യോതിയാണ് വാതിൽ തുറന്നത്. രമേഷ് സാറിൻ്റെ വീടല്ലേത്? സുഭാഷ് ചോദിച്ചു. കറുത്ത് തടിച്ച പരുക്ക മട്ടിലുള്ള ആ ചെറുപ്പക്കാരനെ അവൾക്ക് മനസ്സിലായില്ല. അതെ, ആരാ? സാറിലെവിടെ? ഉണ്ട്, കുളിക്കുകയാ. സാറിൻ്റെ ഭാര്യയാണോ? അതെ. എന്നാൽ സാറിനോട് ചെന്ന് പറയാം, കൊല്ലത്ത് നിന്ന് ഒരു സുഭാഷ് കാണാൻ വന്നിട്ടുണ്ടെന്ന്. ജ്യോതി അകത്തേക്ക് പോയി. സുഭാഷ് സിറ്റൗട്ടിൽ കാത്തിരുന്നു. കുളി കഴിഞ്ഞ് രമേഷ് ബാത്റൂമിൽ നിന്നിറങ്ങിയപ്പോൾ ജ്യോതി പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. രമേഷ് ഏട്ടനെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ആരാ? എനിക്കെങ്ങനെ അറിയാം? സുഭാഷ് എന്നാണ് പേര് പറഞ്ഞത്. സുഭാഷോ? അയാൾക്ക് മനസ്സിലായില്ല. കൊല്ലത്ത് നിന്ന് വരികയാണെന്ന് പറഞ്ഞത്. രമേഷ് ഒന്ന് പകച്ചു. കാർത്തികയുടെ വീട് കൊല്ലത്താണ്. അയാൾ മുടി ചീകി വെച്ചിട്ട് ഒരു ഷർട്ട് എടുത്തിട്ടു. ആരാണെന്ന് നോക്കിയിട്ട് വരാം. രമേഷ് മുൻവശത്തേക്ക് ചെന്നു. ജ്യോതിയും പിന്നാലെ ചെന്നു. സിറ്റൗട്ടിലെ കസേരയിൽ ഇരിക്കുകയായിരുന്നു സുഭാഷ്. രമേഷിനെ കണ്ട് അയാൾ പരിചിതഭാവത്തിൽ ഒന്ന് ചിരിച്ചു. എന്നെ സാറിന് മനസ്സിലായി കാണത്തില്ല. മനസ്സിലായില്ല. പരിചയപ്പെടാനാണ് ഞാൻ വന്നത്. കാർത്തികയുടെ ആങ്ങളയാണ് ഞാൻ. രമേഷ് ഞെട്ടിപ്പോയി. വാതിലിനടുത്ത് വന്ന് ജ്യോതി നിൽക്കുന്നു. കാർത്തികയുടെ ആങ്ങള എല്ലാം അറിഞ്ഞിട്ടായിരിക്കും വന്നത്. ജ്യോതിയുടെ മുമ്പിൽ വെച്ച് ഇയാൾ ഇതെല്ലാം വെളിപ്പെടുത്തിയാൽ? നീ ചെന്ന് കുറച്ച് ചായ ഉണ്ടാക്കുക ജ്യോതി. അവളെ ഒഴിവാക്കാനായി രമേഷ് പറഞ്ഞു. അവൾ അടുക്കളയിലേക്ക് ചെന്നു. സുരാജിനെയും ശശാങ്കനും രാവിലെ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. സാറിൻ്റെ ഭാര്യ കാർത്തികയേക്കാൾ സുന്ദരിയാണ്. സുന്ദരിയായ ഭാര്യയെ കിട്ടിയത് കൊണ്ടാണോ എൻ്റെ പെങ്ങളെ വേണ്ടെന്ന് വെച്ചത്? നിങ്ങൾ എന്തിനാണ് വന്നത്? കല്യാണം കഴിക്കാതെ ഗർഭിണിയായ എൻ്റെ പെങ്ങളെ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളാണ് അതിന് ഉത്തരവാദി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അടുക്കളയിൽ നിന്നുകൊണ്ട് ജ്യോതി ചിലപ്പോൾ ഈ സംസാരം കേൾക്കും. അല്ലെങ്കിൽ ചായ കൊണ്ടുവരുമ്പോൾ അരുതാത്തത് എന്തെങ്കിലും ആണ് സുഭാഷിൻ്റെ നാവിൽ നിന്ന് വരുന്നതെങ്കിൽ. സുഭാഷ്, വാ, നമുക്ക് സംസാരിക്കാം. അയാളെയും കൊണ്ട് രമേഷ് ഗേറ്റിനടുത്തേക്ക് ഇറങ്ങിച്ചെന്നു. തെറ്റ് ചെയ്തത് ഞാൻ മാത്രമല്ല, നിങ്ങളുടെ പെങ്ങൾക്കും അതിൽ പങ്കുണ്ട്. കാർത്തികയെ കല്യാണം കഴിക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ. അതൊക്കെ കള്ളക്കാമുകന്മാർ സ്ഥിരം പറയുന്ന വാക്കുകളാ സാറേ. എന്നോടൊന്ന് പറയണ്ട. കാർത്തിക ഒരു കത്തെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്താൽ നാളെ പോലീസ് വന്ന് സാറിനെ പൊക്കും. സാറിൻ്റെ സുന്ദരിയായ ഈ ഭാര്യ അവളുടെ വീട്ടിലേക്ക് പോകും. നിങ്ങൾ പേടിപ്പിക്കുകയൊന്നും വേണ്ട. കാർത്തികയും ഞാനും തമ്മിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയിട്ടുണ്ട്. എന്തൊത്തുതീർപ്പ്? അവൾ അബോർഷൻ നടത്തും. പകരം 1 ലക്ഷം രൂപ അവൾക്ക് ഞാൻ കൊടുക്കും. എന്താ, അവൾ അക്കാര്യം നിങ്ങളോട് പറഞ്ഞില്ലേ? പറഞ്ഞു സാറേ. സാർ ബുദ്ധിമാനാ. എത്ര വേഗം ആ പാവം പെണ്ണിനെ കളിപ്പിക്കാൻ കഴിഞ്ഞു. 1 ലക്ഷം രൂപ കൊണ്ട് അവൾ എന്ത് ചെയ്യാനാ? കല്യാണ ചെലവിന് തികയുമോ അത്? കൂടുതൽ പണത്തിന് വേണ്ടിയാണ് അയാൾ വന്നിരിക്കുന്നതെന്ന് രമേഷിന് പെട്ടെന്ന് മനസ്സിലായി. പിന്നെ എത്രയാണ് വേണ്ടത്? 5 ലക്ഷം രൂപയെങ്കിലും കിട്ടണം. ടാക്സി ഓടിക്കാൻ ഒരു പുതിയ കാർ വേണമെങ്കിൽ 3.5 ലക്ഷമെങ്കിലും ആകും. ബാക്കി കാശ് കയ്യിലുണ്ടെങ്കിൽ അതൊരു ബലമാണ്. 5 ലക്ഷം രൂപ? രമേഷ് പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. എന്താ, തരാൻ പറ്റത്തില്ലേ?
അത്യാഗ്രഹം കൊള്ളത്തില്ല സുഭാഷേ. 1,00,000 കൊടുക്കാമെന്ന് ഞാൻ മനസ്സോടെ പറഞ്ഞതാ. വേണമെങ്കിൽ 50,000 കൂട്ടിത്തരാം. അതിൽ കൂടുതൽ പറ്റില്ല. വേണ്ട സാറേ. കാർത്തിക വന്ന് സാറിൻ്റെ ഭാര്യയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അവളെ കൂടെ ഭാര്യയായി സാറിവിടെ നിർത്തിയാൽ മതി. പോകാനായി സുഭാഷ് തിരിഞ്ഞു. രമേശ് പെട്ടെന്ന് അയാളുടെ കൈ പിടിച്ച് നിർത്തി. പിണങ്ങിപ്പോകാതെ. 5 ലക്ഷമൊന്നും എൻ്റെ കയ്യിലില്ല. 2 ലക്ഷം രൂപ ഞാൻ തരാം. നല്ല സംഖ്യ സ്ത്രീധനം മേടിച്ചിട്ടല്ലേ സാർ കല്യാണം കഴിച്ചത്? എന്നോട് കള്ളം പറയരുത്. ഭാര്യ പിണങ്ങിപ്പോയാൽ അതെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരും. ഓർത്തോ. 3 ലക്ഷം രൂപ തരാം. അതിൽ കൂടുതൽ വയ്യ. സുഭാഷ ഒന്ന് ആലോചിച്ചു. 3 ലക്ഷം തരക്കേടില്ലാത്ത സംഖ്യയാണ്. തൽക്കാലം അതിങ്ങ് പോരട്ടെ. പിന്നത്തെ കാര്യം പിന്നെ. ശരി, എപ്പോൾ തരും? സുഭാഷ് ചോദിച്ചു. ഒന്നിച്ച് തരാൻ പറ്റത്തില്ല. 1 ലക്ഷം അടുത്ത ആഴ്ച തരാം. ബാക്കി ഒരാഴ്ച കൂടി കഴിഞ്ഞ്. സുഭാഷ് അയാളെ ഒന്ന് നോക്കി. കുഴപ്പമില്ല. പക്ഷേ 3 ലക്ഷവും കിട്ടിക്കഴിഞ്ഞേ അബോർഷൻ നടത്തൂ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാനൊന്നും സമയമില്ല. 2 ലക്ഷം രൂപ അടുത്ത ആഴ്ച തരണം. ബാക്കി ഒന്ന് പിന്നത്തെ ആഴ്ച. ശരി. നിവൃത്തിയില്ലാതെ രമേശ് സമ്മതിച്ചു. ഞാൻ എവിടെ വരണം? എൻ്റെ നമ്പർ കാർത്തികയ്ക്ക് അറിയാം. നാളെ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ സ്ഥലവും സമയവും പറയാം. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുക. വാക്കു തെറ്റിച്ചാൽ ഈ സുഭാഷിൻ്റെ സ്വഭാവം മാറും. കൊല്ലം ടൗണിൽ കിടന്ന് 4-5 കൊല്ലമായി കളി പഠിച്ചവനാണ് ഞാൻ. മനസ്സിലായല്ലോ? ഗേറ്റ് തുറന്ന് വെളിയിൽ പാർക്ക് ചെയ്ത ടാക്സിയിൽ കയറി സുഭാഷ് സ്ഥലം വിട്ടു. രമേശ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. തൽക്കാലം ആ അപകടം ഒഴിഞ്ഞുപോയി. ബാങ്കിൽ പണമുണ്ട്. 2 ലക്ഷം കൊടുക്കാം. അബോർഷൻ നടന്നു കഴിഞ്ഞാൽ ബാക്കി 1 ലക്ഷത്തിന് വരും. അന്നേരം എന്തെങ്കിലും ചെയ്യാം. ഗേറ്റ് അടച്ച് കുറ്റിയിട്ടിട്ട് രമേശ് വീട്ടിലേക്ക് കയറി ചെന്നു. അപ്പോൾ 2 കപ്പ് ചായയുമായി ജ്യോതി വരുന്നുണ്ടായിരുന്നു. ചായ വേണ്ട. അയാൾ പോയി. പോയോ? ആരാ അയാൾ? സുലോചന ചേച്ചിക്ക് പരിചയമുള്ള ഒരാളാ. അലസമട്ടിൽ രമേശ് പറഞ്ഞു. അയാൾ ഒരു കപ്പ് ചായ എടുത്തു. നമുക്ക് കുടിക്കാൻ ചായ. അവർ ഡ്രോയിങ് റൂമിൽ ഇരുന്നു. തിങ്കളാഴ്ച മുതൽ എനിക്ക് കോളേജിൽ പോകണം. ചായ കുടിക്കുന്നതിനിടയിൽ ജ്യോതി പറഞ്ഞു. അതിനെന്താ? ഞായറാഴ്ച വൈകുന്നേരം നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടു ചെന്ന് വിടാം. എന്നിട്ട് രമേശേട്ടൻ ഇങ്ങ് പോരുമോ? അവൾ നിരാശയോടെ ചോദിച്ചു. പിന്നല്ലാതെ. ഇവിടുന്ന് ഓഫീസിൽ പോകുന്നതല്ലേ എനിക്ക് എളുപ്പം. എല്ലാ വെള്ളിയാഴ്ചയും നീ ഇങ്ങ് പോര്, അയാൾ പറഞ്ഞു. അപ്പോൾ ഇടയ്ക്കൊന്നും അങ്ങോട്ട് വരില്ലേ? ഇടയ്ക്ക് വരാം. ചായ കുടിച്ചിട്ട് അയാൾ കപ്പ് ടീപ്പോയിന്മേൽ വെച്ചു. രമേശേട്ടാ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എനിക്ക്. മടിച്ച് അവൾ സൂചിപ്പിച്ചു. എന്താണ്? അയാൾ ജ്യോതിയുടെ മുഖത്തേക്ക് നോക്കി. 2 മാസം കൂടി ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ എക്സാം. അതിനുശേഷം പോരെ നമുക്ക്? അവൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് രമേശിന് പെട്ടെന്ന് മനസ്സിലായി. അയാൾ പൊട്ടിച്ചിരിച്ചു. അതിനുശേഷം മതി നീ പ്രഗ്നൻ്റ് ആകുന്നതെന്ന് അല്ലേ? ജ്യോതി നാണത്തോടെ മുഖം കുനിച്ചു. ഞാൻ അത്ര വിവരമില്ലാത്തവനൊന്നുമല്ല മോളെ. ഒരു കൊല്ലത്തേക്കെങ്കിലും നീ ഗർഭിണിയാകണ്ട എന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം. അവൾ ചിരിച്ചു. ഇന്ന് തന്നെ നമുക്ക് ഡോക്ടറെ കാണാൻ പോകാം, അയാൾ പറഞ്ഞു. വൈകുന്നേരം സുലോചനയും ശശാങ്കനും വന്നു കഴിഞ്ഞപ്പോൾ വെറുതെ പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ജ്യോതിയെയും കൊണ്ട് രമേശ് കാർ എടുത്ത് പുറപ്പെട്ടു. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? അവൾ ചോദിച്ചു. കൃഷ്ണ നഴ്സിംഗ് ഹോമിലേക്ക്. വലിയ ഹോസ്പിറ്റലാണ്. അവിടെ ചെന്ന് നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നു, കാര്യം പറയുന്നു. 15 മിനിറ്റ് നേരത്തെ ഓട്ടം. കൃഷ്ണ നഴ്സിംഗ് ഹോമിൻ്റെ മുന്നിൽ ചെന്ന് കാർ നിന്നു. മനോഹരമായ 4 നില കെട്ടിടമായിരുന്നു അത്. പുറത്ത് ധാരാളം കാറുകൾ പാർക്ക് ചെയ്തിരുന്നു. ജ്യോതിയെയും കൊണ്ട് അയാൾ രജിസ്ട്രേഷൻ കൗണ്ടറിലേക്ക് ചെന്നു. റിസപ്ഷനിൽ ധാരാളം രോഗികൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഗൈനക്കോളജിസ്റ്റിനെ കാണാനാണ്. രജിസ്ട്രേഷൻ കൗണ്ടറിലിരുന്ന പെൺകുട്ടിയോട് രമേശ് പറഞ്ഞു. ഡോക്ടർ കസ്തൂരിയാണോ? അവൾ ചോദിച്ചു. അതെ. പേരും വയസ്സും പറയൂ. ജ്യോതി രമേശ്, 22 വയസ്സ്. ഫീസ് അടച്ചു കഴിഞ്ഞപ്പോൾ രജിസ്ട്രേഷൻ കാർഡ് കിട്ടി. 2ാമത്തെ നിലയിൽ ഇടതുവശത്താണ് ഗൈനക്, പെൺകുട്ടി പറഞ്ഞു. ജ്യോതിയെയും കൊണ്ട് അയാൾ 2ാം നിലയിലേക്ക് ചെന്ന് ഇടതുവശത്തുള്ള കോറിഡോറിലേക്ക് തിരിഞ്ഞു. ഡോക്ടർ കസ്തൂരിയുടെ പേരിലുള്ള ബോർഡ് കൺസൾട്ടിംഗ് റൂമിൻ്റെ വെളിയിൽ അവൾ കണ്ടു. പുറത്ത് കുറേ സ്ത്രീകളും അവരോടൊപ്പം വന്ന പുരുഷന്മാരും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ജ്യോതിയുടെ അതേ പ്രായം വരുന്ന ഒരു ലേഡി ഡോക്ടർ അതുവഴി വന്നത്. ജ്യോതി അവളെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഏയ് പൂർണിമ. ഡോക്ടർ തിരിഞ്ഞു നോക്കി. ജ്യോതി, നീ ഇവിടെ? ആശ്ചര്യത്തോടെ ഡോക്ടർ പൂർണിമ അടുത്തു വന്ന് അവളോട് ചോദിച്ചു. എൻ്റെ കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡാണ് രമേശ്, അയാളെ ജ്യോതി പരിചയപ്പെടുത്തി. രമേശ് ഏട്ടാ, ഇത് പൂർണിമ. ഞങ്ങളൊന്നിച്ച് സ്കൂളിൽ 10 വരെ ഒരേ ക്ലാസ്സിൽ പഠിച്ചതാണ്. അത് കഴിഞ്ഞ് ഇവളുടെ അച്ഛന് ട്രാൻസ്ഫറായി പോയി. പിന്നെ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുള്ളൂ. എവിടെ ഡോക്ടറുടെ സ്വന്തം സ്ഥലം? രമേശ് ചോദിച്ചു. തിരുവനന്തപുരത്താണ്, മണക്കാട്. ഡോക്ടർ കസ്തൂരിയെ കാണാൻ വന്നതാണ് അല്ലേ? പുഞ്ചിരിയോടെ പൂർണിമ ചോദിച്ചു. അതെ. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് 4-5 ദിവസമായതേ ഉള്ളൂ. ഇവളുടെ പഠിത്തം കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തൽക്കാലം കുഞ്ഞു വേണ്ടെന്നാണ്. പൂർണിമ ചിരിച്ചു. നല്ല ഡിസിഷൻ. എന്തായാലും എനിക്ക് ജ്യോതിയെ കാണാൻ പറ്റിയല്ലോ. ഹൗസ് സർജൻസി കംപ്ലീറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ ആഴ്ചയാണ് റെസിഡൻറ്റ് ഡോക്ടറായി ഞാനിവിടെ ചാർജ് എടുത്തത്. നിങ്ങൾ കസ്തൂരി ഡോക്ടറെ കാണൂ. ഞാൻ എൻ്റെ റൂമിലുണ്ടാവും. അവിടെ വന്നിട്ട് പോകാവൂ. ശരി ഡോക്ടർ, രമേശ് പറഞ്ഞു. പൂർണിമ പോയി. രമേശും ജ്യോതിയും ഒഴിവുള്ള കസേരകളിലിരുന്നു. നല്ല സ്മാർട്ട് ഡോക്ടർ അല്ലേ? പൂർണിമയെക്കുറിച്ച് രമേശ് പറഞ്ഞു.
പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവൾ നല്ല സ്മാർട്ടായിരുന്നു. എന്തായാലും അവൾ ഇവിടെയുള്ളത് നന്നായി. ഇടയ്ക്കൊക്കെ എനിക്ക് വന്ന് കാണാമല്ലോ. ഡോക്ടർ കസ്തൂരി വിളിക്കുന്നതും കാത്ത് അവർ ഇരുന്നു. അന്നൊരു സിസേറിയൻ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ സുമതികുട്ടിയമ്മ അവരുടെ ഓഫീസിലെത്തി. അല്പസമയം കഴിഞ്ഞപ്പോൾ അവരുടെ മേശപ്പുറത്തെ ഇൻ്റർകോം ശബ്ദിച്ചു. അവർ റിസീവർ എടുത്തു. രമേശൻ നായരാണ് വിളിച്ചത്. ചേച്ചി ഫ്രീ ആയോ? ഉവ്. എന്താ രമേശ? ഒരു റെസിഡൻറ്റ് ഡോക്ടറുടെ ഒഴിവിലേക്ക് നമ്മൾ ലേഡി ഡോക്ടറെ ആവശ്യപ്പെട്ടുകൊണ്ട് പരസ്യം കൊടുത്തിരുന്നില്ലേ? 6 ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട്, അയാൾ പറഞ്ഞു. അതുമെടുത്തുകൊണ്ട് നീ ഇങ്ങോട്ട് വാ. നീല നിറത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് ഫയലുമായി രമേശൻ നായർ ഉടൻ തന്നെ അവരുടെ മുറിയിലേക്ക് വന്നു. പ്രതീക്ഷയുള്ള കേസുകൾ വല്ലതുമുണ്ടോ രമേശ? 1-2 പ്ലാസ്റ്റിക് ഫയൽ അയാൾ സുമതികുട്ടിയമ്മയുടെ മേശപ്പുറത്തേക്ക് വെച്ചു. സുമതികുട്ടിയമ്മ അതെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചു. എന്നിട്ട് 2 മാത്രം മാറ്റിവെച്ചു. ഡോക്ടർ എസ് പൂർണിമ, വയസ്സ് 22, വീട് തിരുവനന്തപുരം, അച്ഛനും അമ്മയും കോളേജ് പ്രൊഫസർമാർ, ഇപ്പോൾ എറണാകുളത്ത് കൃഷ്ണ നഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്യുന്നു. രമേശൻ നായർ തലകുലുക്കി. ഞാൻ പറഞ്ഞതിൽ അതാണ്. മറ്റേത് ഒരു ഡോക്ടർ ജയശ്രീ, വീട് ആറ്റിങ്ങൽ, അച്ഛൻ ഡോക്ടർ, അമ്മ സെക്രട്ടേറിയറ്റിൽ അണ്ടർ സെക്രട്ടറി. ഫോട്ടോ കണ്ട് രണ്ടും ഇഷ്ടമുള്ള കുട്ടികളാണ്. അതെ, ബാക്കിയൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഇൻ്റർവ്യൂ. ഇപ്പോൾ തന്നെ 6 പേരോട് വിളിച്ച് പറഞ്ഞേക്ക്. അതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. MBBS പാസ്സായതും 22 വയസ്സ് പ്രായമുള്ളതുമായ ലേഡി ഡോക്ടർമാരെ മാത്രമാണ് ക്ഷണിക്കുന്നത്. ഇൻ്റർവ്യൂ ബോർഡിൽ ഹരികൃഷ്ണൻ ഉണ്ടായിരിക്കും. സെലക്ട് ചെയ്യുന്നത് അവനായിരിക്കും. അവനിഷ്ടമുള്ള ഒരു ഡോക്ടറെ കണ്ടുപിടിച്ച് നിയമിച്ചാൽ അവളായിരിക്കും ഭാവിയിൽ അവൻ്റെ ഭാര്യയും ചെമ്പകശ്ശേരി നഴ്സിംഗ് ഹോമിലെ പ്രധാന ഡോക്ടറും. അന്ന് രാത്രിയിൽ ഹരികൃഷ്ണൻ്റെ മുറിയിലേക്ക് സുമതികുട്ടിയമ്മ ചെന്നു. ശനിയാഴ്ച നിനക്ക് ക്ലാസ്സില്ലേ? ഇല്ല എന്താ? റെസിഡൻറ്റ് ഡോക്ടർക്കുള്ള ഇൻ്റർവ്യൂ അന്നാണ്. ബോർഡിൽ നീയുമുണ്ട്. ഹരികൃഷ്ണൻ ആശ്ചര്യഭാവത്തിൽ അമ്മയെ നോക്കി. ഞാനോ? ഒരു ഡോക്ടറെ ഇൻ്റർവ്യൂ ചെയ്യാൻ എനിക്കെന്താ അർഹത? അമ്മ മാത്രം മതി. പോരാ, രമേശനും ഞാനും നീയും കൂടിയാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ നിൻ്റെയും പാർട്ടിസിപ്പേഷൻ വേണം ഇനി മുതൽ. ഹരികൃഷ്ണൻ പിന്നെ എതിർത്തില്ല. ശനിയാഴ്ച രാവിലെ സുമതികുട്ടിയമ്മയും രമേശൻ നായരും ഒത്ത് അവൻ നഴ്സിംഗ് ഹോമിലേക്ക് പോയി. സുമതികുട്ടിയമ്മയുടെ മുറിയിൽ വെച്ചായിരുന്നു ഇൻ്റർവ്യൂ. കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാൻ 4 പേരെ എത്തിയിരുന്നുള്ളൂ. ഡോക്ടർ പൂർണിമയെയാണ് ആദ്യം വിളിച്ചത്. മനോഹരമായ ബംഗാൾ കോട്ടൺ സാരി ഉടുത്ത നീണ്ടു മെലിഞ്ഞ സുന്ദരിയായ ഒരു പെൺകുട്ടി മുറിയിലേക്ക് കയറി വന്നു. സർട്ടിഫിക്കറ്റുകൾ അടങ്ങിയ ഫയൽ അവളുടെ കയ്യിലുണ്ടായിരുന്നു. 3 പേരെയും നോക്കി അവൾ തൊഴുതു. ഗുഡ് മോർണിംഗ് ടു ഓൾ. അവളെ കണ്ട് സുമതികുട്ടിയമ്മയുടെ ഹൃദയം ഒന്ന് തുടിച്ചു. എൻ്റെ മരുമകളാകേണ്ടുന്ന കുട്ടി ഇവൾ തന്നെ, അവരുടെ മനസ്സ് പറഞ്ഞു. പൂർണിമ ഇരിക്കൂ. അവൾ എതിർവശത്തുള്ള കസേരയിലിരുന്നു. സർട്ടിഫിക്കറ്റുകൾ തരൂ, രമേശൻ നായർ പറഞ്ഞു. അവൾ ഫയൽ അയാൾക്ക് കൊടുത്തു. അയാളത് ഹരികൃഷ്ണന് കൈമാറി. അവൻ മാർക്ക് ലിസ്റ്റുകൾ പരിശോധിച്ചു. ഉയർന്ന മാർക്കുകൾ നേടിയാണ് 10ാം ക്ലാസ് മുതൽ MBBS വരെ അവൾ പാസ്സായിരിക്കുന്നത്. മിടുക്കി, അവൻ മനസ്സിൽ പറഞ്ഞു. എവിടെയാണ് പൂർണിമ പഠിച്ചത്? പ്രസന്നഭാവത്തിൽ സുമതികുട്ടിയമ്മ ചോദിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ? ഗൈനക്കിൽ PG ചെയ്യണമെന്നാണ്. അപ്പോൾ ഇവിടെ പോസ്റ്റിംഗ് കിട്ടിയാലും അധികം വൈകാതെ പോകുമെന്നർത്ഥം, രമേശൻ നായർ ചോദിച്ചു. പൂർണിമ മറുപടി പറയാതെ ചിരിച്ചതേയുള്ളൂ. ഇപ്പോൾ പൂർണിമയ്ക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടി ശമ്പളം കിട്ടിയാൽ ഇവിടെ ജോയിൻ ചെയ്യുമോ? സുമതികുട്ടിയമ്മ ചോദിച്ചു. ശമ്പളം കൂടുതൽ കിട്ടിയാലും എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റിയ ഹോസ്പിറ്റലല്ലെങ്കിൽ ഞാൻ വിട്ടുപോകും ഡോക്ടർ. അതുകൊണ്ടാണോ കൃഷ്ണ നഴ്സിംഗ് ഹോമിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നത്? ഹരികൃഷ്ണൻ ചോദിച്ചു. യെസ്. താങ്ക് യു പൂർണിമ, ഞങ്ങൾ വിവരം അറിയിക്കാം, രമേശൻ നായർ പറഞ്ഞു. അവൾ ഫയൽ വാങ്ങി അഭിമാനത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ബാക്കി 3 പേരുടെയും ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ സുമതിക്കുട്ടിയമ്മയ്ക്ക് ഒരു കാര്യം ബോധ്യമായി. പൂർണിമയാണ് ഏറ്റവും മികച്ചവൾ. പക്ഷേ പ്രധാനം ഹരികൃഷ്ണൻ്റെ അഭിപ്രായമാണല്ലോ. നീ ആർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുത്തത്? ഒടുവിൽ ഹരികൃഷ്ണനോട് രമേശൻ നായർ ചോദിച്ചു. ഇതാ കുഞ്ഞമാവ, നോക്ക്. മാർക്കിട്ട കടലാസ് അവൻ അയാൾക്ക് കൊടുത്തു. അത് വായിച്ചു നോക്കിയിട്ട് അയാൾ സുമതികുട്ടിയമ്മയ്ക്ക് കൈമാറി. ഏറ്റവും കൂടുതൽ മാർക്ക് പൂർണിമയ്ക്കായിരുന്നു. അവർക്ക് സന്തോഷമായി. നല്ല കുട്ടി അല്ലേ മോനെ? പക്ഷേ അമ്മ സന്തോഷിക്കേണ്ട. ഇവിടെ ജോയിൻ ചെയ്താലും അവൾ പഠിക്കാൻ പോകുമല്ലോ. 2ാമത്തെ റാങ്കുകാരിയെ എടുത്താലും മതി, അവൻ പറഞ്ഞു. സുമതികുട്ടിയമ്മയും രമേശൻ നായരും പരസ്പരം നോക്കി. പിറ്റേന്ന് രാവിലെയാണ് കാർത്തിക എറണാകുളത്തേക്ക് തിരിച്ചു പോയത്. ട്രെയിനിൽ വെച്ച് 2 തവണ അവൾ ടോയ്ലറ്റിൽ ചെന്ന് ഛർദ്ദിച്ചു. ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ സുചിത്രയെ ഫോണിൽ വിളിച്ചു. ഞാൻ വന്നടി, അമ്മയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു? കുറവുണ്ട്. വീട്ടിലെന്തെങ്കിലും അറിഞ്ഞോ? ഇല്ല. സുഭാഷ് സാറിൻ്റെ കാര്യം പറയാൻ അവൾക്ക് മടി തോന്നി. നാളെ തന്നെ ഏതെങ്കിലും ഡോക്ടറെ കണ്ട് ഇനി വച്ചുകൊണ്ടിരിക്കുന്നത് അപകടമല്ലേ? കാർത്തിക ചോദിച്ചു. നാളെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു. ലീവ് എടുത്ത് ഞാൻ വരാം. വൈകുന്നേരം പതിവ് സമയത്ത് സുചിത്ര ഹോസ്റ്റലിലെത്തി. നീ അയാളെ വിളിച്ചിരുന്നോ? രമേശിനെ ഉദ്ദേശിച്ചാണ് അവൾ ചോദിച്ചതെന്ന് കാർത്തികയ്ക്ക് മനസ്സിലായി. എന്തു പറഞ്ഞു? 1 ലക്ഷം രൂപയും കൊണ്ട് തിങ്കളാഴ്ച വരും. വന്നില്ലെങ്കിൽ നമുക്ക് വരുത്താം. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. എന്തായാലും നാളെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു. ചിലപ്പോൾ അന്ന് തന്നെ തിരിച്ചു പോരാൻ പറ്റിയേക്കും.
ഏത് ഹോസ്പിറ്റലാണ്? കാർത്തിക ചോദിച്ചു. കൃഷ്ണ നേഴ്സിംഗ് ഹോം. അവിടെ എനിക്ക് വേണ്ടപ്പെട്ട ഒരു ഡോക്ടറുണ്ട്. അതാരാണ്? എൻ്റെ കുഞ്ഞമ്മയുടെ മകൾ പൂർണിമ. കഴിഞ്ഞ ആഴ്ചയാണ് അവൾ അവിടെ ചാർജ് എടുത്തത്. കുറച്ചു മുമ്പ് ഞാൻ അവളെ വിളിച്ചിരുന്നു, ചെല്ലാൻ പറഞ്ഞു. രാത്രിയിൽ പൂർണിമയെ സുചിത്ര വിളിച്ചു. മോളെ, ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരിക്ക് വേണ്ടിയാണ്. ചേച്ചി, ഞാനിപ്പോൾ ചങ്ങനാശ്ശേരിയിലാണ്. അവിടെ ചെമ്പകശ്ശേരി നേഴ്സിംഗ് ഹോമിൽ ഇന്നലെയാണ് ചാർജ് എടുത്തത്. അങ്ങോട്ട് വരൂ. പിറ്റേന്ന് അവർ ചങ്ങനാശ്ശേരിയിലേക്ക് പോയി. അവൾ ചെന്നപ്പോൾ ഡോക്ടർ പൂർണിമ റൗണ്ട്സ് കഴിഞ്ഞ് അവളുടെ റൂമിൽ എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. സുചിത്രയെയും കാർത്തികയെയും അവൾ സ്വീകരിച്ചിരുത്തി. എവിടെ മോളെ നീ താമസമൊക്കെ? സുചിത്ര ചോദിച്ചു. എനിക്ക് ക്വാർട്ടേഴ്സ് കിട്ടിയിട്ടുണ്ട് ചേച്ചി. സഹായത്തിന് ഒരു സർവൻറ്റുമുണ്ട്. പറ വിശേഷങ്ങൾ. വിശേഷം ഞാൻ പറഞ്ഞല്ലോ. ഇതാണ് കാർത്തിക. സുചിത്ര അവളെ പരിചയപ്പെടുത്തി. പൂർണിമ അവളെ ഒന്ന് നോക്കി. അവൾ മുഖം കുനിച്ചു. പഴയ കാലമല്ല കാർത്തിക ഇത്. ഇപ്പോൾ പെൺകുട്ടികൾക്ക് പൊതുവെ അബദ്ധങ്ങളൊന്നും പറ്റാറില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? ആശ്ചര്യത്തോടെ പൂർണിമ ചോദിച്ചു. കാർത്തിക ഒന്നും മിണ്ടിയില്ല. ഇക്കാര്യത്തിൽ എനിക്കും ചെറിയ പങ്കുണ്ട് മോളെ. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇവളെ കൊണ്ടുവന്നത്. ഡോക്ടർ സുമതികുട്ടിയമ്മയെ നമ്മൾ എപ്പോഴാണ് കാണുന്നേ? സുചിത്ര ചോദിച്ചു. ഇപ്പം തന്നെ കാണാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആരാ ഇതിന് ഉത്തരവാദി? ബോയ്ഫ്രണ്ടാ? പൂർണിമ അന്വേഷിച്ചു. ബോയൊന്നുമല്ല, ജോലിയുള്ള ആളാ. കല്യാണം കഴിക്കാമെന്നൊക്കെയായിരുന്നു വാഗ്ദാനം. പക്ഷേ ഒടുവിൽ കാര്യം അറിയോ? അയാൾ വേറെ കല്യാണം കഴിച്ചു, ഇവളറിയാതെ. പൂർണിമ സഹതാപത്തോടെ കാർത്തികയെ നോക്കി. എറണാകുളത്ത് തന്നെയുണ്ടോ ആ വീരൻ? രാമപുരത്തുകാരനാ. പാലായിൽ എഞ്ചിനീയറാണ്. സുജിത്ത പറഞ്ഞു. എഞ്ചിനീയറോ? അതെ. പേര് രമേഷ്. കണ്ടാൽ ആൾ യോഗ്യനാ, സുന്ദരനും. അതല്ലേ ഇവൾ വീണുപോയത്? രമേഷ്? ആ പേര് പരിചയമുണ്ടല്ലോ. പൂർണിമ ആ പേര് ഓർമ്മയിൽ തെരഞ്ഞു. അടുത്ത സമയത്ത് പരിചയപ്പെട്ട രമേഷ് എന്ന പേരുകാരനെ പൂർണിമയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ജ്യോതിയുടെ ഭർത്താവ്. എന്താ മോളെ നീ ഓർക്കുന്നേ? സുചിത്ര ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ വെറുതെ. 4-5 ദിവസം മുമ്പായിരുന്നു കല്യാണമെന്ന് ജ്യോതി പറഞ്ഞത് അവൾക്ക് അപ്പോൾ ഓർമ്മ വന്നു. എന്നായിരുന്നു ഈ രമേഷിൻ്റെ കല്യാണം? പൂർണിമ ചോദിച്ചു. കഴിഞ്ഞ 28-ാം തീയതി. അയാളുടെ ഓഫീസിൽ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അക്കാര്യം ഞങ്ങൾ അറിയുന്നത്. പൂർണിമയുടെ മനസ്സിലേക്ക് അപ്പോൾ സംശയത്തിൻ്റെ ഒരു നേർത്ത നിഴൽ വീണു. ചേച്ചി, നമുക്ക് ഡോക്ടർ സുമതികുട്ടിയമ്മയെ കണ്ട് കാര്യം പറയണം. ഇവിടുത്തെ ചീഫ് ഡോക്ടറാണ്. അവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കുന്നത്. എല്ലാം കിട്ട് നിശബ്ദയായി ഇരിക്കുകയായിരുന്നു കാർത്തിക. എന്താണെന്ന് വെച്ചാൽ നീ തന്നെ മുൻകൈയെടുത്ത് ചെയ്യണം. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് തന്നെ നിന്റെ സഹായം കിട്ടുമല്ലോ എന്നോർത്താണ്. സുചിത്ര പറഞ്ഞു. നിങ്ങളിവിടെ ഇരിക്കെ, ഞാൻ ഡോക്ടർ സുമതികുട്ടിയമ്മയെ ഒന്ന് കണ്ടിട്ട് വരാം. പൂർണിമ അവളുടെ മുറിയിൽ നിന്നിറങ്ങി. 2ാമത്തെ നിലയിലാണ് ഡോക്ടർ സുമതികുട്ടിയമ്മയുടെ കൺസൾട്ടിംഗ് റൂം. ലിഫ്റ്റിന് വേണ്ടി കാത്തു നിൽക്കാതെ അവൾ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് ചെന്നു. അപ്പോൾ സുമതികുട്ടിയമ്മയുടെ മുറിയിൽ നിന്ന് ഹരികൃഷ്ണൻ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് സാർ. അവനെ കണ്ട് അവൾ അഭിവാദനം ചെയ്തു. ഗുഡ് മോർണിംഗ്. ഹരികൃഷ്ണൻ്റെ മുഖത്ത് നേരിയ ചമ്മൽ പ്രത്യക്ഷപ്പെട്ടു. അമ്മ ഫ്രീ ആണോ ഇപ്പോൾ? അവൾ ചോദിച്ചു. ആരുടെ അമ്മ? സാറിൻ്റെ. ഏത് സാറിൻ്റെ? മറുപടി പറയാൻ അവളൊന്ന് മടിച്ചു. താൻ പറഞ്ഞത് മനസ്സിലാവിഞ്ഞിട്ടല്ല ഹരികൃഷ്ണൻ അങ്ങനെ ചോദിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. ഡോക്ടർ പൂർണിമയ്ക്ക് എത്ര വയസ്സായി? പെട്ടെന്ന് അവൻ ചോദിച്ചു. അവളൊന്ന് പകച്ചു. 22. എങ്കിലും അവൾ പറഞ്ഞു. 22 വയസ്സ്. എനിക്കും അതേ പ്രായമാണ്. അതുകൊണ്ട് എന്നോട് പ്രത്യേക ബഹുമാനങ്ങളൊന്നും വേണ്ട. ഡോക്ടർ എന്നെ സാറെന്ന് വിളിക്കേണ്ട. കോൾ മീ ഹരികൃഷ്ണൻ. ഗൗരവഭാവത്തിലാണ് അവൻ പറഞ്ഞത്. മനസ്സിലായി എന്ന മട്ടിൽ പൂർണിമ തലകുലുക്കി. എങ്കിൽ ഡോക്ടർ പോയിക്കോളൂ, ഹരികൃഷ്ണൻ പറഞ്ഞു. അവളുടെ പ്രതികരണം എന്താണെന്ന് നോക്കാൻ നിൽക്കാതെ അവൻ വേഗം സ്റ്റെയർ കേസിന് നേരെ നടന്നു. 1 മിനിറ്റ്, പൂർണിമ പിന്നിൽ നിന്ന് വിളിച്ചു. ഹരികൃഷ്ണൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. നമുക്ക് 2 പേർക്കും 22 വയസ്സ്. അതുകൊണ്ട് ഹരികൃഷ്ണൻ എന്നെ ഡോക്ടർ എന്ന് വിളിച്ച് ബഹുമാനിക്കേണ്ട. കോൾ മീ പൂർണിമ, അവൾ പറഞ്ഞു. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അവനെ നോക്കി ഒന്ന് മന്ദഹസിച്ചിട്ട് അവൾ ഡോക്ടർ സുമതിക്ക് കുട്ടിയമ്മയുടെ മുറിയിലേക്ക് നടന്നു. സുമതി കുട്ടിയമ്മ തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെ. അവളെ കണ്ടപ്പോൾ അവരുടെ മുഖം പെട്ടെന്ന് പ്രസന്നമായി. പൂർണിമ ഇരിക്കൂ. എതിർവശത്തുള്ള കസേരയിൽ അവൾ ഇരുന്നു. വന്നിട്ട് 2 ദിവസം ആയതേ ഉള്ളല്ലോ. ഹോസ്പിറ്റലൊക്കെ ഇഷ്ടപ്പെട്ടോ? ഉവ്വ്. ക്വാർട്ടേഴ്സിൽ അസൗകര്യമൊന്നുമില്ലല്ലോ? ഇല്ല. ഡോക്ടർ അത്രയും വലിയ ഒരു വീട് എനിക്കും ഒരു സെർവൻറ്റിനും താമസിക്കാൻ അധികമാണ്. ഞങ്ങളുടെ വീടാണത്. തൽക്കാലം പൂർണിമ അവിടെ താമസിച്ചാൽ മതി. അതിരിക്കട്ടെ, വെറുതെ എന്നെ കാണാൻ വന്നതാണോ? അല്ല ഡോക്ടർ, നമ്മളിവിടെ MTP ചെയ്യാറുണ്ടോ? എന്താ പൂർണിമ ചോദിച്ചേ? എൻ്റെ ഒരു കസിൻ അവളുടെ കൂട്ടുകാരിയെ കൊണ്ട് വന്നിട്ടുണ്ട്. അൺമാരീഡാണോ? പെട്ടെന്ന് സുമതി കുട്ടിയമ്മ ചോദിച്ചു. അതെ, കാമുകൻ ചതിച്ച കേസാണ്. ഇത്തരം കേസുകൾ നമ്മളിവിടെ എടുക്കാറില്ല, നിയമവിധേയമായ സംഭവമാണെങ്കിൽ പോലും. ഹോസ്പിറ്റലിന് അത് പേരുദോഷമുണ്ടാക്കാനേ സഹായിക്കൂ പൂർണിമ. ശരിയാണ്. ഇങ്ങനൊരു കാര്യം ഞാൻ ഡോക്ടറുടെ അടുത്ത് വന്ന് പറയാനേ പാടില്ലായിരുന്നു. സോറി. പൂർണിമ ഖേദിച്ചു. പൂർണിമയുടെ ആരാണ് ഈ കുട്ടി? ആരുമല്ല, എൻ്റെ ഒരു ചേച്ചിയുടെ കൂട്ടുകാരിയാണ്. ഞാനിവിടെ ഉണ്ടെന്നറിഞ്ഞാണ് എറണാകുളത്ത് നിന്ന് അവർ വന്നത്. സുമതി കുട്ടിയമ്മ ഒന്ന് ആലോചിച്ചു. കാമുകനുമായുള്ള കല്യാണം നടക്കാൻ സാധ്യതയില്ലേ? അവർ ചോദിച്ചു. ഇല്ല, ഹീസ് മാരീഡ് മാൻ. ഓ, ഇങ്ങനെയുള്ള മണ്ടികൾ ഇക്കാലത്തുമുണ്ടോ?
എന്തെങ്കിലും ചെയ്യാതിരുന്നാൽ ആ കുട്ടിയുടെ ജീവിതം തകരുകയും ചെയ്യും. പൂർണിമ ഒന്നും മിണ്ടിയില്ല. സുമതിക്കുട്ടിയമ്മയുടെ മനസ്സ് അലിഞ്ഞേക്കുമെന്ന് അവൾക്ക് തോന്നി. ഒരു കാര്യം ചെയ്യാൻ പൂർണിമ, കൂട്ടുകാരി പോരാ, ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും കൂടി വരട്ടെ, നമുക്ക് വേണ്ടത് ചെയ്യാം, ഒടുവിൽ അവർ പറഞ്ഞു. പൂർണിമയ്ക്ക് ആശ്വാസം തോന്നി. സുചിത്ര ചേച്ചിയുടെ മുമ്പിൽ തൻ്റെ മാനം രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ. താങ്ക് യു ഡോക്ടർ. പൂർണിമ ആദ്യമായി റിക്വസ്റ്റ് ചെയ്ത കേസായതുകൊണ്ട് മാത്രമാണ്. മനസ്സിലായി ഡോക്ടർ, ഇനി ഇങ്ങനെ സംഭവിക്കുകയില്ല. അവൾ സുമതിക്കുട്ടിയമ്മയുടെ മുറിയിൽ നിന്നിറങ്ങി. സുചിത്ര ചേച്ചിയുടെ കൂട്ടുകാരിയെ ചതിച്ച രമേഷ് സത്യത്തിൽ ആരാണ് കണ്ടുപിടിക്കണമെന്ന് പൂർണിമയ്ക്ക് വെറുതെ തോന്നി. ഒരു പാവം പെൺകുട്ടിയെ ചതിച്ചിട്ട് അങ്ങനെ ഒരാൾ സുഖമായി ജീവിക്കേണ്ട. സാരികൾ ഓരോന്നായി മടക്കി ജ്യോതി ബാഗിലേക്ക് വെച്ചു. എല്ലാം രമേഷ് അവളെ കൂട്ടിക്കൊണ്ടുപോയി വാങ്ങിയതായിരുന്നു. കോളേജിൽ നീ ചുരിദാർ ഉപയോഗിക്കാറില്ലേ? രമേഷ് ചോദിച്ചു. സിഗരറ്റ് പുകച്ചുകൊണ്ട് അയാൾ അവളുടെ അടുത്ത് ബെഡ്റൂമിൽ ഇരിക്കുകയായിരുന്നു. ചുരിദാറിനേക്കാൾ എനിക്കിഷ്ടം സാരിയാണ്. അതെന്താ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഒരു ഇഷ്ടം ചിലതിനോടൊക്കെ നമുക്ക് തോന്നാറില്ലേ? രമേഷ് അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. കാരണമില്ലാതെ ഒന്നിനോടും ഒരു ഇഷ്ടവും എനിക്ക് തോന്നാറില്ല, അയാൾ പറഞ്ഞു. നീ സുന്ദരിയായ ഒരു പെണ്ണാണ്, അതുകൊണ്ടാണ് എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നിയത്. അപ്പോൾ ഏത് സുന്ദരിയെ കണ്ടാലും രമേശേട്ടന് ഇഷ്ടം തോന്നുമോ? അവളുടെ സ്വരത്തിൽ നേരിയ ഇടർച്ചയുണ്ടായിരുന്നു. ഒരിക്കലുമില്ല. ഇനിയിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു സുന്ദരിക്ക് മാത്രമേ ഇടമുള്ളൂ. അതെൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. രമേഷ് അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചു. സിഗരറ്റിൻ്റെ ഗന്ധം അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. രമേഷിൻ്റെ ഈ പുകവലി സാവധാനമായി അവസാനിപ്പിക്കണമെന്ന് അവൾ മനസ്സിൽ തീരുമാനമെടുത്തു. രമേശനോട് ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിക്കട്ടെ? എന്താണ്? അയാൾ അവളെ ഒന്ന് നോക്കി. കല്യാണത്തിന് മുമ്പ് ഏതെങ്കിലും പെണ്ണുമായി ഇഷ്ടത്തിലായിട്ടുണ്ടോ? അവൾ ചോദിച്ചു. അയാൾ ചെറുതായി ഒന്ന് ഞെട്ടി. എന്താ നീ അങ്ങനെ ചോദിച്ചേ? ഒന്നും ഉണ്ടായിട്ടില്ല, വെറുതെ. ഒരു ഡസൻ പെൺപിള്ളേരുടെയെങ്കിലും ഞാൻ പ്രേമിച്ചിട്ടുണ്ട്. ജ്യോതിയുടെ മുഖം പെട്ടെന്ന് വിളറി. പക്ഷേ ട്രാജഡി എന്താണെന്ന് വെച്ചാൽ അതെല്ലാം വൺ വേ പ്രണയമായിരുന്നു. എൻ്റെ പ്രേമത്തെക്കുറിച്ച് അവൾമാരൊന്നും അറിഞ്ഞതേയില്ല. പെട്ടെന്ന് അവൾ ആശ്വസ്തയോടെ ചിരിച്ചു. ഇനി ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? എന്താണ്? കല്യാണത്തിന് മുമ്പ് നീ ആരെയെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഇല്ല, അവൾ ഉടൻ ഉത്തരം പറഞ്ഞു. തുറന്നു പറ, ഉണ്ടെങ്കിൽ തന്നെ ഞാനത് കാര്യമാക്കത്തില്ല. ഇല്ല രമേശേട്ടാ, എനിക്ക് അങ്ങനെ ആരോടും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അച്ഛൻ ഞങ്ങളെ അച്ചടക്കത്തോടെയാണ് വളർത്തിയത്. കോളേജിൽ പോവുക, പഠിക്കുക എന്നതിൽ കവിഞ്ഞ് ഞങ്ങളുടെ മനസ്സിൽ വേറൊന്നുമില്ലായിരുന്നു. നിന്നെ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? അവൾ രമേഷിനൊന്ന് പകച്ചു നോക്കി. ജ്യോതി, നീ സുന്ദരിയായ ഒരു പെണ്ണാണ്. ഏതെങ്കിലും ബോയ്സ് നിന്നെ രഹസ്യമായിട്ടെങ്കിലും പ്രേമിച്ച് കാണാതിരിക്കില്ല. അതൊക്കെ എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും രമേശേട്ടാ? ഹരികൃഷ്ണൻ്റെ കാര്യം പറയാൻ പറ്റില്ലല്ലോ. പറഞ്ഞാൽ രമേശേട്ടൻ തെറ്റിദ്ധരിച്ചാലോ? അപ്പോഴാണ് രമേഷിൻ്റെ മൊബൈൽ ബെല്ലടിച്ചത്. അയാൾ അതെടുത്ത് നോക്കിയപ്പോൾ പരിചയമില്ലാത്തൊരു നമ്പറായിരുന്നു. ഹലോ, മിസ്റ്റർ രമേഷ് അല്ലേ? ഒരു സ്ത്രീ സ്വരം ചോദിച്ചു. അതെ, ഞാൻ ഡോക്ടർ പൂർണിമ. ജ്യോതിക്കൊന്ന് കൊടുക്കാമോ? അവൾ എൻ്റെ അടുത്തുണ്ട്. മൊബൈൽ അയാൾ ജ്യോതിക്ക് നീട്ടി. നിൻ്റെ ഫ്രണ്ടാണ് ഡോക്ടർ പൂർണിമ, അയാൾ പറഞ്ഞു. അവൾ ഫോൺ വാങ്ങി. ഹലോ പൂർണിമ, നിന്നെ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടതുപോലെ തന്നെ സർപ്രൈസ് ആയിരിക്കുന്നു ഈ വിളിയും. നമ്പർ എവിടുന്ന് കിട്ടി? ജ്യോതി ചോദിച്ചു. കൃഷ്ണ നഴ്സിംഗ് ഹോമിൽ നീ രജിസ്റ്റർ ചെയ്തിരുന്നില്ലേ? അന്നേരം നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ വിളിച്ചു ചോദിച്ച് സംഘടിപ്പിച്ചതാ. നീ ഇപ്പോൾ അവിടെ ഇല്ലേ? ഞാൻ കൃഷ്ണ നഴ്സിംഗ് ഹോം വിട്ടു. ഇപ്പോൾ നിൻ്റെ നാട്ടിലുള്ള ഒരു ഹോസ്പിറ്റലിലാണ്. എൻ്റെ നാട്ടിലോ? അതെ, ചെമ്പകശ്ശേരി നഴ്സിംഗ് ഹോം. ജ്യോതി അറിയാതെ ഒന്ന് ഞെട്ടി. അവിടെ അവിടെ എങ്ങനെയാണ് നീ? പരസ്യം കണ്ട് അപ്ലൈ ചെയ്തതാ. ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ ഡോക്ടർ സുമതി കുട്ടിയമ്മയ്ക്ക് എന്നെ ബോധിച്ചു. നല്ല സ്ത്രീയാണ്. നീ എന്നാണ് ഇനി ചങ്ങനാശ്ശേരിക്ക്? ഇന്ന് പോകും. എത്ര ദിവസം കാണും അവിടെ? ഞാൻ അവിടെ MA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫൈനൽ ഇയർ. കോഴ്സ് തീരും വരെ. നന്നായി. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് തമ്മിൽ കാണാമല്ലോ. ഡോക്ടർ സുമതി കുട്ടിയമ്മയുടെ മകൻ ഹരികൃഷ്ണനും അവിടെ പഠിക്കുകയാണല്ലോ. ആളിനെ നീ അറിയുമോ? അറിയും. ജ്യോതി ഇടം കണ്ടിട്ട് രമേഷിനെ നോക്കി. പോകാനുള്ള ഷർട്ടും പാൻസും തിരഞ്ഞെടുക്കുകയായിരുന്നു അയാൾ. അന്ന് കണ്ടപ്പോൾ പലതും ചോദിക്കാൻ വിട്ടു. നിൻ്റെ ഹസ്ബൻഡ് ഏത് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്? PWD അസിസ്റ്റൻറ്റ് എഞ്ചിനീയറാ. ഏത് ഓഫീസിൽ? പാലായിലാണ്. പൂർണിമ ഒന്ന് ഞെട്ടി. കൂടുതൽ എന്തെങ്കിലും സംസാരിക്കാനുള്ള മനസ്വസ്ഥത അവൾക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടു. ശരി ജ്യോതി, പിന്നെ വിളിക്കാം. അവൾ ഫോൺ വെച്ചു. എന്താ കൂട്ടുകാരി വിളിച്ചത്? രമേഷ് ചോദിച്ചു. അവൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് പോയി. ഇപ്പോഴെവിടെയാണ്? ചെമ്പകശ്ശേരി നഴ്സിംഗ് ഹോമിൽ. അതെവിടെയാണ്? ചങ്ങനാശ്ശേരിയിൽ. അത് സൗകര്യമായി. ഇനി നമുക്ക് അങ്ങോട്ട് പോയാൽ മതിയല്ലോ. ജ്യോതി ഒന്നും മിണ്ടിയില്ല. അന്ന് വൈകുന്നേരം രമേഷുമൊത്ത് അവൾ ചങ്ങനാശ്ശേരിയിലേക്ക് പോയി. അവർ ചെന്നപ്പോൾ എല്ലാവരും നന്ദനത്തുണ്ടായിരുന്നു. ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെ രമേഷേ? വാസുദേവ കൈമൾ ചോദിച്ചു. കോഴ്സ് തീരുന്നതുവരെ ജ്യോതി ഇവിടെ നിൽക്കട്ടെ. വീക്കെൻഡിൽ അവൾക്ക് അങ്ങോട്ട് വരാമല്ലോ. ഇട ദിവസങ്ങളിൽ ഞാൻ ഇങ്ങോട്ടും വരാം. അതാ നല്ലത്. രമേഷിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല അച്ഛാ. അവർ മുൻവശത്തെ മുറിയിലിരുന്ന് സംസാരിക്കുമ്പോൾ സീമയുടെ മുറിയിലായിരുന്നു ജ്യോതി. നാളെ കോളേജിൽ ചെല്ലുമ്പോഴുള്ള അവസ്ഥയാ എനിക്ക് ഓർക്കാൻ വയ്യാത്ത, ജ്യോതി പറഞ്ഞു. അതെന്താ?
എല്ലാവരും എന്നെ കളിയാക്കത്തില്ലേ? കുത്തി കുത്തി ഓരോന്ന് ചോദിക്കും. ജ്യോതി ഭയന്നു. സീമ ചിരിച്ചു. ചോദിച്ചാൽ വിശദമായി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. അല്ലാതെന്താ? നിനക്കങ്ങനെ പറയാം. എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെക്കുറിച്ച് നിനക്കറിയാഞ്ഞിട്ടാ. അവർ പച്ചമാങ്ങയും പുളിയുമൊക്കെ കൊണ്ടുവന്ന് തരാൻ സാധ്യതയുണ്ട്. ജ്യോതി ചിരിച്ചു. അതിൻ്റെയൊന്നും ആവശ്യം വരില്ല. ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടു. ഒരു കൊല്ലത്തേക്ക് കുഞ്ഞു വേണ്ട എന്നാണ് തീരുമാനം. അപ്പോഴാണ് പൂർണിമയുടെ കാര്യം ജ്യോതിക്ക് ഓർമ്മ വന്നത്. മോളെ, സ്കൂളിൽ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു പൂർണിമയെ നിനക്ക് ഓർമ്മയുണ്ടോ? വെളുത്തു മെലിഞ്ഞ് തഹസിൽദാരുടെ കൊച്ചുമോളല്ലേ? സീമയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അതെ, അവളിപ്പം ഡോക്ടറാണ്. ചെമ്പകശ്ശേരിയിൽ കഴിഞ്ഞ ആഴ്ച ജോയിൻ ചെയ്തു. ഫോൺ ചെയ്തപ്പം ഹരികൃഷ്ണൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അവൻ ഇനി എന്നെ ഉപദ്രവിക്കുമോ എന്ന് എൻ്റെ പേടി. അയാൾ എങ്ങനെ ഉപദ്രവിക്കാനാ? ഞങ്ങൾ രണ്ടുപേരും പ്രേമത്തിലായിരുന്നെന്ന് രമേശ് ഏട്ടനോട് ചെന്ന് പറഞ്ഞാൽ രമേശ് ഏട്ടൻ അതൊന്നും വിശ്വസിക്കത്തില്ല. പക്ഷേ മനസ്സിൽ അതൊരു കരടായി കിടക്കത്തില്ലേ? ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഹരികൃഷ്ണൻ ഇനി വേണ്ടാത്തതിനൊന്നും മുതിരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ജ്യോതി ഒന്ന് നെടുവേർപ്പെട്ടു. പിറ്റേന്ന് രാവിലെ രമേശ് പാലയിലേക്ക് പോയി. പതിവ് സമയത്ത് തന്നെ ജ്യോതി ക്ലാസ്സിലെത്തി. ഷീബയും സവിതയുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ. എല്ലാവരും അവളെ നോക്കി അടക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ജ്യോതി ഇടം കണ്ടിട്ട് നോക്കി. ആൺകുട്ടികളുടെ ഭാഗത്ത് ഹരികൃഷ്ണൻ ഉണ്ടായിരുന്നില്ല. അഭിഷേകനെയും സത്യനെയും കണ്ടില്ല. അല്പം കഴിഞ്ഞപ്പോൾ ഹരികൃഷ്ണനും അഭിഷേകും സത്യനും എത്തി. ഹരികൃഷ്ണൻ ക്ലാസ്സിൽ വന്ന് പൊതുവെ നിശബ്ദനായിരുന്നു. അവൻ ജ്യോതിയുടെ അടുത്തേക്ക് വരികയോ സംസാരിക്കാൻ ശ്രമിക്കുകയോ ചെയ്തില്ല. അന്ന് വൈകുന്നേരം ഒരു കാർ വന്ന് നന്ദനത്തെ ഗേറ്റ് മുറ്റത്ത് നിന്നു. കാറിൽ നിന്ന് പൂർണിമയാണ് ഇറങ്ങിയത്. ജ്യോതിയും സീമയും കൂടി ചെന്ന് അവളെ സ്വീകരിച്ചു. അമ്മേ, ഇത് പൂർണിമ. എൻ്റെ കൂടെ പഠിച്ചതാണ്. ഇപ്പോൾ ചെമ്പകശ്ശേരിയിൽ ഡോക്ടർ. പത്മാവതി ടീച്ചർക്ക് ജ്യോതി അവളെ പരിചയപ്പെടുത്തി കൊടുത്തു. അല്പനേരം അവർ പലതും സംസാരിച്ചിരുന്നു. ജ്യോതി, വരൂ, എനിക്ക് നിന്നോടൊരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ട്. ഒടുവിൽ പൂർണിമ അവളെ വിളിച്ചിറക്കി കാറിനടുത്തേക്ക് കൊണ്ടുപോയി. എന്താണ്? ഉത്കണ്ഠയോടെ ജ്യോതി ചോദിച്ചു. ഒരു നിമിഷത്തേക്ക് പൂർണിമ മിണ്ടിയില്ല. പിന്നെ മെല്ലെ ചുണ്ടനക്കി. നീ ഞെട്ടരുത്. നിന്റെ ഹസ്ബൻഡിനെ കുറിച്ച് അത്ര സുഖകരമല്ലാത്തൊരു കാര്യം പറയാനുണ്ട്. ആരെങ്കിലും പറഞ്ഞ് നീ അക്കാര്യം അറിയുന്നതിന് മുമ്പ് നീ അത് അറിയുന്നതാണ് നല്ലതെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ. ജ്യോതി അവളെ പകച്ചു നോക്കി. പൂർണിമേ, നീ രമേശേട്ടനെ കുറിച്ച് എന്താണ് അറിഞ്ഞത്? ഉത്കണ്ഠയോടെ ജ്യോതി ചോദിച്ചു. 2-3 ദിവസം മുമ്പ് എൻ്റെ ഒരു കസിൻ സുചിത്ര ചേച്ചി ഒരു കൂട്ടുകാരിയെയും കൊണ്ട് ചെമ്പകശ്ശേരി നേഴ്സിംഗ് ഹോമിൽ വന്നു. കാർത്തിക എന്നാണ് അവളുടെ പേര്. വന്നത് എന്തിന് എന്ന് അറിയാമോ? അവൾ പ്രഗ്നൻ്റാണ്. അബോർഷൻ ചെയ്യാൻ. പൂർണിമ പറഞ്ഞു. നീ എന്താ ഇത് എന്നോട് പറയുന്നത്? കാർത്തികയുടെ കല്യാണം കഴിഞ്ഞതല്ല. ഒരാൾ അവളെ ചതിച്ചതാണ്. ആരാണെന്ന് അറിയണോ നിനക്ക്? ആരാണ്? ഒരു രമേശ്. ജ്യോതി ഞെട്ടി. രമേശോ? അതെ. അയാൾ PWD എഞ്ചിനീയറാണെന്നാണ് പറഞ്ഞത്. വർക്ക് ചെയ്യുന്നത് പാലായിൽ. രക്തം വാർന്നു പോയതുപോലെ ജ്യോതിയുടെ മുഖം വിളറി. ഭൂമി കാൽച്ചുവട്ടിൽ നിന്ന് മാറിപ്പോകുന്നത് പോലെ അവൾക്ക് തോന്നി. ആരംഭത്തിനായി അവൾ പൂർണിമയുടെ കാറിലേക്ക് ചാരി നിന്നു. പൂർണിമ, നീ സത്യമാണോ പറയുന്നത്? വിറയലോടെ ജ്യോതി ചോദിച്ചു. അങ്ങനെയാണ് അവൾ പറഞ്ഞത്. സുചിത്ര ചേച്ചിയുടെ കൂട്ടുകാരിയായതുകൊണ്ട് അവൾ നുണയാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നില്ല. നുണയാണ്. ഒരിക്കലും അത് സത്യമായിരിക്കത്തില്ല. ആരോ അവളെ കബളിപ്പിച്ചതാണ്. എന്തിനാ അവളെ കബളിപ്പിക്കണം? രമേശ് ഏട്ടനോട് വിരോധമുള്ള ആരോ ഒരാൾ അവളെ കൊണ്ട് രമേശ് ഏട്ടൻ്റെ പേര് പറയിപ്പിച്ചതാണ്. അല്ലെങ്കിൽ ഏതോ ഒരുത്തൻ രമേശ് ഏട്ടനായി അവളുടെ അടുത്ത് അഭിനയിച്ചു കാണും. എന്തായാലും ഞാനിത് വിശ്വസിക്കത്തില്ല. ഇക്കാര്യം എൻ്റെ അടുത്ത് വന്ന് പറയാൻ നിനക്ക് എങ്ങനെ തോന്നി പൂർണിമ? സങ്കടത്തോടെ ജ്യോതി ചോദിച്ചു. പൂർണിമ വിഷണ്ണയായി നിന്നു. അറിഞ്ഞതെല്ലാം നുണയാവണേ എന്നാണ് എൻ്റെയും ആഗ്രഹം. പക്ഷേ നിന്നോടത് പറയാതിരിക്കുന്നത് തെറ്റാണെന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ. പോട്ടെ മോളെ, ഇക്കാര്യം എന്തായാലും നീ രമേശിനോടൊന്നും പറയണ്ട. പറയില്ല. പറഞ്ഞാൽ എനിക്ക് രമേശ് ഏട്ടനിൽ വിശ്വാസമില്ലെന്ന് വിചാരിക്കും. രമേശ് ഏട്ടൻ തകർന്നു പോകും. ജ്യോതി പറഞ്ഞു. പൂർണിമ ഒരു നിമിഷം ചിന്താമഗ്നയായി നിന്നു. നീ വാ, വന്ന പോലെ നിൽക്കാതെ. പൂർണിമയെയും കൊണ്ട് അവൾ ഊണുമുറിയിലേക്ക് പോയി. അവിടെ ചായയും പലഹാരങ്ങളും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെമ്പകശ്ശേരിയിൽ തന്നെ തുടരാനാണോ ചേച്ചിയുടെ തീരുമാനം? ചായ കുടിക്കുമ്പോൾ സീമ ചോദിച്ചു. അല്ല, അത് താൽക്കാലികമായ ഒരു താവളം. PGക്ക് എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടുമ്പോൾ ഞാൻ പോകും. മോൾക്ക് കല്യാണം കൂടാൻ പറ്റിയില്ലല്ലോ. ആ ആൽബം എടുത്ത് കൊണ്ടുവാ സീമേ, പത്മാവതി അമ്മ പറഞ്ഞു. ശരിയാ, ഞാനതങ്ങ് മറന്നു. ജ്യോതി പറഞ്ഞു. മോതിരം മാറിൻ്റെയും കല്യാണത്തിൻ്റെയും വലിയ 2 ഫോട്ടോ ആൽബങ്ങൾ സീമ എടുത്തുകൊണ്ട് വന്നു. താളുകൾ ഓരോന്നായി മറിച്ച് പൂർണിമ അത് രണ്ടും കണ്ടു. ഓരോ ഫോട്ടോയുടെയും വിവരണം ജ്യോതി അവൾക്ക് കൊടുത്തു. നിങ്ങളുടെ 2 പേരുടെയും ഒരു ഫോട്ടോ എനിക്ക് തരാനുണ്ടാവുമോ? ഒടുവിൽ പൂർണിമ ചോദിച്ചു. ആൽബത്തിൽ വയ്ക്കാത്ത കുറച്ച് സ്റ്റിൽസ് ഇരിപ്പുണ്ടല്ലോ, ഞാൻ എടുത്തുകൊണ്ടുവരാം, ജ്യോതി പറഞ്ഞു. അവൾ ചെന്ന് ഒരു ഫോട്ടോ എടുത്തുകൊണ്ടുവന്നു. വിവാഹവേഷത്തിൽ രമേശും ജ്യോതിയും അടുത്തടുത്ത് നിൽക്കുന്ന ഫോട്ടോയായിരുന്നു അത്. ഇത് മതി. പൂർണിമ അത് വാങ്ങി വാനിറ്റി ബാഗിൽ വെച്ചു. പിന്നെ പോവാനായി എഴുന്നേറ്റു. കാറോടിക്കുമ്പോൾ അവൾ വല്ലാത്ത ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു. കാർത്തിക പറഞ്ഞത് സത്യമാണെങ്കിൽ നല്ലൊരു ഭർത്താവിനെയല്ല ജ്യോതിക്ക് കിട്ടിയിരിക്കുന്നത്. രാത്രിയിൽ സുചിത്ര ചേച്ചിയെ ഒന്ന് വിളിച്ചു നോക്കാം. അറിഞ്ഞത് നേരാണെങ്കിൽ ജ്യോതിയോടെ എങ്ങനെ അത് പറയും? ഹോസ്പിറ്റലിന് തൊട്ടടുത്തുള്ള വൈഷ്ണവ എന്ന വീടായിരുന്നു പൂർണിമ താമസത്തിന് തിരഞ്ഞെടുത്തത്. വൈഷ്ണവത്തിൻ്റെ മുറ്റത്ത് ചെന്ന് കാർ നിന്നു.
കാറിൻ്റെ ശബ്ദം കേട്ട് അമ്മണിയമ്മ വന്ന് വാതിൽ തുറന്നു. 45 വയസ്സുണ്ട് അമ്മണിയമ്മയ്ക്ക്. സെറ്റുമുട്ടും ബ്ലൗസും ധരിച്ച അവർ ഐശ്വര്യമുള്ളൊരു സ്ത്രീയാണ്. അച്ഛൻ്റെ അകന്ന ബന്ധത്തിലുള്ള ഒരു സ്ത്രീ. മോളെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചായിരുന്നു, അമ്മണിയമ്മ പറഞ്ഞു. ആരാ ചിറ്റേ? രമേശൻ നായരെന്നാ പറഞ്ഞത്. അവൾ വാച്ചിൽ നോക്കി. 5:30 കഴിഞ്ഞതേ ഉള്ളൂ. നൈറ്റ് ഡ്യൂട്ടിയാണ്. 6:30 ചെന്നാൽ മതി. പിന്നെ എന്തിനാണ്? ഞാനൊന്ന് പോയിട്ട് വരാൻ ചിറ്റേ. ഒരു മതിലിനപ്പുറത്താണ് ചെമ്പകശ്ശേരി നഴ്സിംഗ് ഹോം. അവൾ പുറത്തേക്കിറങ്ങി ഹോസ്പിറ്റലിലേക്ക് ചെന്നു. മുൻവശത്ത് ധാരാളം കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പടികൾ കയറി അവർ അഡ്മിനിസ്ട്രേറ്ററുടെ മുറിയിലേക്ക് ചെന്നു. സീറ്റിൽ രമേശൻ നായർ ഉണ്ടായിരുന്നില്ല. പക്ഷേ മറ്റൊരു കസേരയിൽ ഹരികൃഷ്ണൻ ഇരിക്കുന്നുണ്ടായിരുന്നു. രമേശൻ സാർ, പൂർണിമ ചോദിച്ചു. ഇരിക്കൂ, കുഞ്ഞമ്മാവൻ ഇപ്പോൾ വരും. അമ്മയുടെ അടുത്തേക്ക് പോയതാ. ഒരു കസേരയിൽ അവളിരുന്നു. രമേശൻ നായർ വിളിച്ചിരുന്നുവെന്ന് ചിറ്റ പറഞ്ഞു. ഞാനപ്പോൾ വീട്ടിലില്ലായിരുന്നു. ഒരു കൂട്ടുകാരിയെ കാണാൻ പോയേക്കുമായിരുന്നു. കൂട്ടുകാരിയോ? ഇവിടെയോ? ആശ്ചര്യത്തോടെ ഹരികൃഷ്ണൻ ചോദിച്ചു. ഞാൻ ഇതുവരെ പറയാത്ത ഒരു കാര്യമുണ്ട്. 5 മുതൽ 10 വരെ ഞാനിവിടെ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. അന്ന് അച്ഛനെ ഇവിടെയായിരുന്നു ജോലി. അന്ന് എൻ്റെ കൂട്ടുകാരിയായിരുന്നു ജ്യോതി. ജ്യോതിയോ? അവന് വീണ്ടും അത്ഭുതമായി. അതെ, പുഴവാതാണ് അവളുടെ വീട്. NSSൽ അവളിപ്പോൾ MAക്ക് ഫൈനൽ ഇയറാണ്. ഹരികൃഷ്ണനും അവിടെയല്ലേ പഠിക്കുന്നത്. ചിലപ്പോൾ അവളെ അറിയുമായിരിക്കും. ജ്യോതിയെ എനിക്കറിയാം. എങ്ങനെ അറിയാം? ജ്യോതി എൻ്റെ ക്ലാസ്മേറ്റാണ്. ഓ, അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. സ്കൂൾ വിട്ട ശേഷം ഞങ്ങൾ തമ്മിൽ കാണുന്നത് കഴിഞ്ഞ ആഴ്ചയിലാണ്. ഒരു പ്രധാന കാര്യം പറയാനായിരുന്നു. ഹരികൃഷ്ണൻ ആശങ്കയോടെ അവളെ നോക്കി. പൂർണിമ ഒന്നറച്ചു. തുറന്നു പറ പൂർണിമ, എന്താണ് പ്രശ്നം? എന്തായാലും ജ്യോതി എനിക്ക് അപരിചിതയല്ലല്ലോ. പൂർണിമ എന്തോ പറയാനാഞ്ഞതാണ്. അപ്പോഴേക്ക് രമേശൻ നായർ മുറിയിലേക്ക് കയറി വന്നു. സാർ, എന്നെ വിളിച്ചെന്ന് ചിറ്റ പറഞ്ഞു. അയാളെ കണ്ട് പൂർണിമ പറഞ്ഞു. ഡ്യൂട്ടിയുടെ കാര്യം പറയാനായിരുന്നു. നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ പൂർണിമയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അയാൾ ചോദിച്ചു. ഇല്ല സാർ, ഏത് ഡ്യൂട്ടി തന്നാലും ഞാൻ ചെയ്തോളാം. പൂർണിമയെ അധികം കഷ്ടപ്പെടുത്തരുതെന്ന് ചേച്ചിയുടെ ഓർഡറുണ്ട്. ഒരാഴ്ച കൂടി ഇങ്ങനെ പോകട്ടെ. അപ്പോഴേക്ക് 2 റെസിഡൻറ്റ് ഡോക്ടേഴ്സ് കൂടി വരും. അത് കഴിഞ്ഞ് ആഴ്ചയിൽ ഒരു ദിവസം നൈറ്റ് ചെയ്താൽ മതി. താങ്ക് യു സാർ. പൂർണിമ പോകാനായി എഴുന്നേറ്റു. പിന്നെ കാണാം ഹരി. ഹരികൃഷ്ണനെ നോക്കി പുഞ്ചിരിച്ചിട്ട് അവൾ ഇറങ്ങിപ്പോയി. അത് കണ്ടപ്പോൾ രമേശൻ നായർക്ക് സന്തോഷം തോന്നി. ഹരിയും പൂർണിമയും തമ്മിൽ അടുപ്പമുണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അന്നുച്ചയ്ക്ക് 2 ബിരിയാണി പാഴ്സലായി വാങ്ങിയാണ് സുചിത്ര റൂമിലെത്തിയത്. കാർത്തിക കിടക്കുകയായിരുന്നപ്പോൾ. ചെന്ന് കൈ കഴുകിയിട്ട് വാ. ഞാൻ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്, സുചിത്ര പറഞ്ഞു. എനിക്ക് വേണ്ട. അതെന്താ? ഞാൻ ഛർദ്ദിക്കും. സുചിത്ര അവളെ ഒന്ന് നോക്കി. എറണാകുളത്ത് നിനക്ക് പരിചയമുള്ള ഹോസ്പിറ്റലൊന്നുമില്ലേ? ഇനി രഹസ്യമായി വെച്ചുകൊണ്ട് നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലടി, കാർത്തിക പറഞ്ഞു. നീ വീട്ടിലേക്ക് വിളിച്ച് അണ്ണനോട് സംസാരിക്കേ. പുള്ളി വരട്ടെ. നമ്മൾ 2 പെണ്ണുങ്ങൾ മാത്രമായി ചെന്നാൽ ഏത് ഹോസ്പിറ്റലുകാരും മടിക്കും, സുചിത്ര പറഞ്ഞു. വേണ്ട, അണ്ണ സമ്മതിക്കത്തില്ല. എങ്കിൽ പിന്നെ ഒരു അച്ഛനെയോ അമ്മയെയോ സഹോദരനെയോ വാടകയ്ക്ക് എടുക്കുകയേ നിവൃത്തിയുള്ളൂ. എനിക്കിപ്പം വേറൊരു പേടി കൂടിയുണ്ട്, കാർത്തിക പറഞ്ഞു. എന്താണ്? രമേശേട്ടൻ 1 ലക്ഷം തരാമെന്ന് പറഞ്ഞതല്ലേ? എല്ലാം കഴിയുമ്പോൾ തന്നില്ലെങ്കിലോ? സുചിത്ര ഒരു നിമിഷം ചിന്തിച്ചിരുന്നു. ഇപ്പം തന്നെ നീ ചെന്ന് വിളിച്ചേക്ക്. ഹോസ്പിറ്റലിൽ പോയോന്ന് ചോദിച്ചാൽ ഇതുവരെ പോയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. മൊബൈലെടുത്ത് രമേശിൻ്റെ നമ്പർ കാർത്തിക ഡയൽ ചെയ്ത് വിളിച്ചു. അയാളപ്പോൾ ഹോട്ടലിൽ നിന്ന് ഊണ് കഴിക്കുകയായിരുന്നു. അപ്പോൾ രമേശിൻ്റെ സുഹൃത്ത് നടരാജനുമുണ്ടായിരുന്നു. രമേശേട്ടൻ ഇപ്പോൾ എവിടെയാണ്? കാർത്തിക ചോദിച്ചു. ഞാൻ ഊണ് കഴിക്കുകയാണ്. തിങ്കളാഴ്ച രൂപയുമായി വരാമെന്ന് പറഞ്ഞതാണ്. അത് മറന്നോ? ഇന്ന് ചൊവ്വാഴ്ചയായി. മറന്നതല്ല മോളെ. രൂപ അറേഞ്ച് ചെയ്ത് കൊണ്ടുവരണ്ടേ? അതിൻ്റെ താമസമാണ്. നാളെ ഞാൻ വരാം. നാളെ വരണ്ട. നാളെ ഞാൻ വീട്ടിലേക്ക് പോകും. വന്നു കഴിഞ്ഞ് വിളിക്കാം. രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറെ കാണാൻ പോകും. ശരി, വിളിച്ചാൽ മതി. രമേശ് ഫോൺ വെച്ചു. ബിയർ കുപ്പിയെടുത്ത് നടരാജൻ അയാളുടെ ഗ്ലാസ് നിറച്ചു കൊടുത്തു. ആരാടെ വിളിച്ചത്? നടരാജൻ ചോദിച്ചു. ഒരു പെണ്ണാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, എറണാകുളത്തുള്ള കാർത്തിക. അവളെന്നെ ചതിച്ചു കളഞ്ഞു, രമേശ് പറഞ്ഞു. എങ്ങനെ ചതിച്ചു? അവൾ പ്രഗ്നൻ്റായി. ഇപ്പം അവളും അവളുടെ ആങ്ങളെയും എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. അവൾക്ക് 1 ലക്ഷം മതി. ആങ്ങള 3 ലക്ഷമാണ് ചോദിക്കുന്നത്. അവളെ എങ്ങനെയെങ്കിലും ഒതുക്കാം. പക്ഷേ അയാൾ തറയാണ്. എന്നെ നാറ്റിക്കും. സുഭാഷ് കാണാൻ വന്നതും 3 ലക്ഷത്തിന് കേസ് തീർക്കാമെന്ന് ഒത്തുതീർപ്പിലായതും രമേശ് അയാളോട് പറഞ്ഞു. നീ അവന് 3 ലക്ഷം കൊടുക്കാൻ പോവാണോ? നടരാജൻ ചോദിച്ചു. അവൻ വന്ന് പ്രശ്നമുണ്ടാക്കിയാൽ എന്ത് ചെയ്യുമടാ? നിനക്ക് ഒരു 25,000 രൂപ മുടക്കാമോ? അവൻ നിന്നെ കാണാൻ വരാതിരിക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു തരാം. എങ്ങനെ? വഴിയുണ്ട്. നടരാജൻ ചിരിച്ചു. അവർ ഊണ് കഴിഞ്ഞ് പുറത്തിറങ്ങി കാറിൽ കയറി. നിന്റെ വൈഫ് പഠിക്കാൻ പോവുകയോ? നടരാജൻ ചോദിച്ചു. അവളുടെ വീട്ടിൽ കൊണ്ടുചെന്ന് വിട്ടു. അത് നിനക്ക് സൗകര്യമായി അല്ലേ? അപ്പോഴാണ് രമേശിൻ്റെ മൊബൈൽ ശബ്ദിച്ചത്. അയാൾ അതെടുത്ത് നോക്കി. കൊല്ലത്തെ നമ്പറായിരുന്നു അത്. ഇത് അവനാണ്, അവളുടെ ആങ്ങള സുഭാഷ്. സംസാരിക്കേ. വരാൻ പറയേ. ഞാനെന്നാ അങ്ങോട്ട് വരേണ്ടത്?
മറ്റന്നാൾ വാ. 2 ലക്ഷം റെഡിയാക്കി വെച്ചേക്കാം. ബാക്കി 1 എന്ന് തരും. ഒരാഴ്ച കഴിഞ്ഞ്. വാക്കുമാറത്തില്ലല്ലോ? ഇല്ല. ശരി, മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് ഞാൻ പാലായിൽ വരും. ടെലിഫോൺ ബൂത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ സംതൃപ്തനായിരുന്നു സുഭാഷ്. 2 ആഴ്ചക്കകം 3 ലക്ഷം കയ്യിൽ വരും. പുതിയ ഒരു അംബാസഡർ കാർ എടുക്കണം. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പുതിയ കാർ ആർക്കുമില്ല. പിറ്റേന്ന് വൈകുന്നേരം തിരുവനന്തപുരത്തേക്ക് പോകുന്ന വേണാട് എക്സ്പ്രസ് കൊല്ലത്തെത്തിയപ്പോൾ രാത്രി 9 കഴിഞ്ഞു. സുഭാഷ് ഓട്ടം കാത്തു കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിറങ്ങി 3 ചെറുപ്പക്കാർ അയാളുടെ കാറിനടുത്തേക്ക് വന്നു. വെമ്പായം വരെ പോകണം. എത്രയാകും? കാറിൻ്റെ നമ്പർ നോക്കിയിട്ട് അയാൾ ചോദിച്ചു. കിലോമീറ്റർ നോക്കിയിട്ടേ പറയാൻ പറ്റൂ. കയറിയട്ടെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, സുഭാഷ് പറഞ്ഞു. ഒരാൾ ഫ്രണ്ട് സീറ്റിലും 2 പേർ ബാക്ക് സീറ്റിലും കയറി. വണ്ടി ഓടിത്തിറങ്ങി. 3 പേരും നിശബ്ദരായി ഇരുന്നതേയുള്ളൂ. ഒന്ന് നിർത്തിക്കേ, മൂത്രം ഒഴിക്കണം. വിജനമായ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഫ്രണ്ട് സീറ്റിലിരുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു. സുഭാഷ് റോഡിൻ്റെ ഓരം ചേർത്ത് കാർ നിർത്തി. പിൻസീറ്റിലിരുന്ന ചെറുപ്പക്കാരൻ അരയിൽ കെട്ടിയിരുന്ന ചുരിദാർ ഷർട്ട് ഉയർത്തി അഴിച്ചെടുത്തു. അയാളത് ഞൊടിയിട കൊണ്ട് സുഭാഷിൻ്റെ കഴുത്തിലിട്ട് വരിഞ്ഞു മുറുക്കി. പ്രാണവെപ്രാളത്തോടെ അയാൾ കൈക്കാലിട്ടടിച്ചു. ശ്വാസം കിട്ടാതെ അയാൾ അലറിയപ്പോൾ ചെറുപ്പക്കാരിൽ ഷാൾ അല്പമൊന്ന് അയച്ചു. രമേഷ് സാറിൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് 3 ലക്ഷം രൂപ വേണം അല്ലേടാ നായേ? അയാൾ മുരണ്ടു. നിന്റെ പെങ്ങൾ ഗർഭിണിയായെങ്കിൽ അത് അവളും കൂടെ സമ്മതിച്ചിട്ടാ. അതിന് സാറ് നഷ്ടപരിഹാരം തരണം അല്ലേടാ? സുഭാഷിൻ്റെ കഴുത്തിലെ കുരുക്ക് വീണ്ടും മുറുകി. രാത്രി നന്ദനത്ത് ജ്യോതിയെ കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു രമേഷ്. പെട്ടെന്ന് മൊബൈൽ ബെല്ലടിച്ചു. ധൃതിയിൽ എണീറ്റ് രമേഷ് ഫോൺ എടുത്തു. സുഭാഷിനെ ഭീഷണിപ്പെടുത്താൻ പോയവരുടെ കാൾ ആണെന്ന് നമ്പർ കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി. രമേഷ് സാറേ, ഒരബദ്ധം പറ്റി. അയാൾ ചത്തുപോയി. മറുവശത്ത് നിന്ന് ആദ്യം കേട്ടത് അതാണ്. രമേഷ് തുടങ്ങി. ആരാ രമേഷ് ഏട്ടാ വിളിച്ചേ? തൊട്ടടുത്ത് കിടന്നിരുന്ന ജ്യോതി ചോദിച്ചു. റോങ് നമ്പറാ, അയാൾ പറഞ്ഞു. രമേഷ് പെട്ടെന്ന് ആ കാൾ ക്യാൻസൽ ചെയ്തു. പക്ഷേ വീണ്ടും മൊബൈൽ ബെല്ലടിക്കാൻ തുടങ്ങി. അയാൾ വീണ്ടും അത് ക്യാൻസൽ ചെയ്തു. ജ്യോതി അയാളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. ശരീരം വിയർപ്പിൽ കുതിരുന്നത് രമേഷ് അറിഞ്ഞു. സുഭാഷ് കൊല്ലപ്പെട്ടു. കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. എത്ര ദിവസത്തേക്കുള്ള ഡ്രസ്സ് എടുത്തു വയ്ക്കണം? എയർ ബാഗ് തുറന്നു വെച്ച് കാർത്തിക ചോദിച്ചു. 2-3 ദിവസം. അതിൽ കൂടുതൽ അവിടെ താമസിക്കേണ്ടി വരില്ല, സുചിത്ര പറഞ്ഞു. ചങ്ങനാശ്ശേരിയിലേക്ക് യാത്ര പുറപ്പെടാൻ തയ്യാറാവുകയായിരുന്നു അവർ. 2-3 ചുരിദാർ എടുത്ത് മടക്കി കാർത്തിക ബാഗിൽ വെച്ചു. ഓർക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നടി. വേദനിക്കത്തില്ലേ അന്നേരം? ഭയത്തോടെ അവൾ സുചിത്രയെ നോക്കി. എത്രയോ സ്ത്രീകൾ പ്രസവവേദന അനുഭവിക്കുന്നില്ലേ? അതെന്താ നീ ഓർക്കാത്തത്? അതൊരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയല്ലേ? പക്ഷേ ഇത് ഒരു കുഞ്ഞിനെ നശിപ്പിക്കാനല്ലേ? ആ ഓർമ്മയിൽ കാർത്തിക നടുങ്ങി. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒഴുകി. സുചിത്ര എഴുന്നേറ്റ് കാർത്തികയുടെ അടുത്തേക്ക് ചെന്നു. ഇപ്പോൾ എന്താണ് ഒരു സെൻറ്റിമെൻറ്റ്സ്? ഇന്നലെ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതുവരെ നിനക്ക് ധൈര്യമുണ്ടായിരുന്നല്ലോ, അവൾ പറഞ്ഞു. രാത്രിയിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്വപ്നം കണ്ടടി. നല്ല ഭംഗിയുള്ള ഒരു ആൺകുഞ്ഞ്. എന്നെ കൊല്ലല്ലേ അമ്മയെന്ന് അവൻ എന്നോട് പറഞ്ഞു. എനിക്ക് അവൻ്റെ മുഖം മറക്കാൻ പറ്റുന്നില്ല. എന്ത് പറയണമെന്നറിയാതെ സുചിത്ര അവളുടെ മുഖത്തേക്ക് നോക്കി. അവനെ ഞാനെങ്ങനെ ഇല്ലാതാക്കും മോളെ? ജീവിതകാലം മുഴുവൻ ആ കുറ്റബോധം എന്നെ വേട്ടയാടത്തില്ലേ? നീ പ്രാക്ടിക്കലായല്ല ചിന്തിക്കുന്നത്. സ്വപ്നജീവികൾക്ക് ഇക്കാലത്ത് വിജയമുണ്ടാകത്തില്ല മോളെ. ജനിച്ചിട്ടില്ലാത്ത കുഞ്ഞിനു വേണ്ടി നീ കണ്ണീരൊഴുക്കുന്നത് വിഡ്ഢിത്തമാണ്. പക്ഷേ ഒരു പക്ഷേയുമില്ല. നീ വേഗം റെഡിയാക്ക്. 9:45 വണ്ടി നോർത്തിലെത്തും. അരമണിക്കൂറിനകം ഇവിടെ നിന്ന് ഇറങ്ങിയാലേ അത് കിട്ടൂ. അപ്പോഴാണ് കാർത്തികയുടെ മൊബൈൽ ബെല്ലടിക്കാൻ തുടങ്ങിയത്. അവൾ അതെടുത്തു നോക്കി. നാട്ടിലുള്ള അവളുടെ ബന്ധു അരവിന്ദാക്ഷനാണ് വിളിച്ചത്. അയാൾ പറഞ്ഞത് കേട്ട് കാർത്തിക നടുങ്ങി. എപ്പോഴായിരുന്നു ചേട്ടാ? സമനില വീണ്ടും കിട്ടിയപ്പോൾ അവൾ ചോദിച്ചു. ഇന്നലെ രാത്രി കിളിമാനൂർ ടൗണിലാണ് വണ്ടി കിടന്നിരുന്നത്, അയാൾ പറഞ്ഞു. ആരാണിത് ചെയ്തതെന്ന വല്ല തുമ്പും? വേണാട് എക്സ്പ്രസ്സിൽ വന്ന 3 പേരാ സുഭാഷിനെ ഓട്ടത്തിന് വിളിച്ചുകൊണ്ട് പോയത്. അത് കണ്ടവരുണ്ട്. എന്തായിരുന്നു ഉദ്ദേശമെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല മോളെ. സംസാരം കേട്ട് സുചിത്ര അവളുടെ പകച്ചു നോക്കുന്നത് കാർത്തിക കണ്ടു. ബോഡി ഇവിടെ ഇല്ല. ജില്ലാ ആശുപത്രി കൊണ്ടുവന്നിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം കിട്ടിയേക്കും. എത്രയും വേഗം മോർണിംഗ് വാ. ഫോൺ സംസാരം അവസാനിച്ചപ്പോൾ കാർത്തിക തളർച്ചയോടെ കിടക്കയിലേക്കിരുന്നു. എന്താണ് കാര്യം? ഉത്കണ്ഠയോടെ സുചിത്ര ചോദിച്ചു. സുഭാഷണനെ ഇന്നലെ രാത്രിയിൽ ആരോ കാറിൽ വിളിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തി. സുചിത്ര ഞെട്ടലോടെ അവളെ നോക്കി. ആരാണ്? അറിയില്ല. ഐലൻഡ് എക്സ്പ്രസ്സിൽ അവർ ചങ്ങനാശ്ശേരിക്ക് പകരം കൊല്ലത്തിന് ടിക്കറ്റ് എടുത്ത് അപ്പോൾ തന്നെ പുറപ്പെട്ടു. നിന്റെ അണ്ണന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ട്രെയിനിലിരിക്കുമ്പോൾ സുചിത്ര ചോദിച്ചു. എൻ്റെ അറിവിലില്ല. പെട്ടെന്നാണ് രമേഷിൻ്റെ കാര്യം കാർത്തികയ്ക്ക് ഓർമ്മ വന്നത്. രമേഷിനെ കാണാൻ സുഭാഷണൻ പോയിട്ടുണ്ടായിരുന്നല്ലോ. അവർ തമ്മിൽ മുഷിഞ്ഞ് സംസാരിച്ച് കാണുമോ? എന്തായാലും സൗഹൃദത്തോടെ പിരിയാൻ സാധ്യതയില്ല. പക്ഷേ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ സുഭാഷണ്ണൻ സന്തോഷവാനായിരുന്നല്ലോ. നീ എന്താണ് ആലോചിക്കുന്നത്? സുചിത്ര ചോദിച്ചു. നിന്നോട് ഞാൻ പറയാതിരുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന കാര്യം സുഭാഷണ്ണൻ അറിഞ്ഞിരുന്നു. രമേശ് ചേട്ടനെ കാണാൻ അണ്ണൻ ഒരു ദിവസം പോവുകയും ചെയ്തു.
വന്നിട്ട് നിന്നോട് എന്ത് പറഞ്ഞു? സുഭാഷ് അണ്ണൻ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകാവൂ എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അവർ തമ്മിൽ എന്തോ സംസാരം നടന്നിട്ടുണ്ട്, സുചിത്ര പറഞ്ഞു. തീവണ്ടി ഓടിക്കൊണ്ടിരുന്നു. രമേശ് ചെന്നപ്പോൾ ബെഡ്റൂമിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. അയാൾ കഥകിൽ മെല്ലെ മുട്ടി. രമേശ് ഏട്ടാ, ഒരു മിനിറ്റ്, ഇതാ തീർന്നു, ഉള്ളിൽ നിന്ന് ജ്യോതി വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് സീമ അതുവഴി വന്നത്. അവളെ നോക്കി അയാൾ പുഞ്ചിരിച്ചു. ഞാൻ അവളുടെ ഭർത്താവിൻ്റെ സീമ, പക്ഷേ പറഞ്ഞിട്ടെന്താ പ്രയോജനം? ഡ്രസ്സ് മാറുമ്പോൾ എന്നെ വെളിയിലാക്കി വാതിലടയ്ക്കും. പണ്ടേ വലിയ നാണക്കാരിയാണ് ജ്യോതി ചേച്ചി. എനിക്കാണെങ്കിൽ ഓഫീസിലേക്ക് പോകാൻ നേരായി. ജ്യോതിയെ കോളേജിൽ കൊണ്ട് ചെന്നുവിട്ടിട്ട് പോകാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്, അയാൾ പറഞ്ഞു. അപ്പോഴേക്ക് വേഷം ധരിച്ചു കഴിഞ്ഞ് ജ്യോതി വാതിൽ തുറന്നു. രമേശ് ഏട്ടാ, ഞാൻ റെഡി. രമേശ് വാങ്ങിക്കൊടുത്ത പുതിയ ചുരിദാറായിരുന്നു ജ്യോതിയുടെ വേഷം. അത് അവൾക്ക് നല്ല ചേർച്ചയുണ്ടായിരുന്നു. സീമയും ആ വഴിയല്ലേ, വന്നോളൂ, നമുക്ക് 3 പേർക്ക് ഒന്നിച്ചു പോകാം. എന്തായാലും സ്ഥലമുണ്ടല്ലോ, രമേശ് പറഞ്ഞു. വേണ്ട, ഞാൻ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നില്ല, സീമ ഒഴിഞ്ഞു. സീമ വാടി, ജ്യോതിയും വിളിച്ചു. വേണ്ട ചേച്ചി, പ്രവീണ അവളുടെ വീട്ടിൽ എന്നെ വെയിറ്റ് ചെയ്യും. ഈയിടെയായി അവളുടെ സ്കൂട്ടറിലാണ് ഞാൻ പോകുന്നത്. ജ്യോതി പിന്നെ അവളെ നിർബന്ധിച്ചില്ല. വാസുദേവ കൈമൾ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. പത്മാവതി ടീച്ചറോട് യാത്ര ചോദിച്ച് ജ്യോതിയെയും കൊണ്ട് രമേശ് കാറിൽ പുറപ്പെട്ടു. കോളേജിൻ്റെ ഗേറ്റിനടുത്തെത്തിയപ്പോൾ കാർ നിർത്താൻ ജ്യോതി ആവശ്യപ്പെട്ടു. അകത്തേക്ക് ഞാൻ നടന്നു പോയിക്കോളാം. രമേശ് ഏട്ടന് ഇനി പാലാവരെ ചെല്ലണ്ടേ? ഇപ്പം തന്നെ വൈകി. ഞങ്ങൾക്കിങ്ങനെ കൃത്യസമയത്ത് ഓഫീസിൽ ചെല്ലേണ്ട കാര്യമില്ല മോളെ. ഓഫീസിൽ ചെന്നില്ലെങ്കിൽ വർക്ക് സൈറ്റിലാണ് എന്നാണ് അർത്ഥം. അയാൾ കാർ അകത്തേക്ക് കയറ്റി കോളേജിൻ്റെ പോർച്ചിൽ കൊണ്ടുചെന്ന് നിർത്തി. ഫ്രണ്ട് തുറന്നു വന്ന് ജ്യോതി വണ്ടിയിൽ നിന്നിറങ്ങി. നാളെ വരുമോ? പുഞ്ചിരിയോട് അവൾ ചോദിച്ചു. ഇല്ല, മറ്റന്നാൾ നോക്കട്ടെ. വരണം. രമേശ് ഏട്ടനില്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ജീവിക്കുന്നില്ലെന്ന തോന്നല. അത് കേട്ട് അയാൾ പൊട്ടിച്ചിരിച്ചു. 2ാം നിലയിലെ വരാന്തയിൽ നിന്നുകൊണ്ട് ഹരികൃഷ്ണൻ ആ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. ഇതത്ര ശരിയായ കാര്യമല്ല. പിന്നിൽ നിന്ന് ആരോ പറയുന്നത് കേട്ട് ഹരികൃഷ്ണൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ഷീബയായിരുന്നത്. പ്ലാസ്റ്റിക് ഫയൽ മാറത്ത് അടുക്കിപ്പിടിച്ച് അവൾ നിന്ന് പുഞ്ചിരിക്കുന്നു. ഏത് ശരിയല്ലെന്ന് നേരിയ ജാള്യത്തോടെ അവൻ ചോദിച്ചു. അന്യൻ്റെ ഭാര്യയെ നോക്കി രസിക്കുന്നത് നന്നല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ആ ജ്യോതിയുടെ കല്യാണം കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും അവളെ വിട്ടുകൂടെ ഹരിക്ക്? നീ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല ഞാൻ നോക്കി നിന്നത്. ജ്യോതി ഇപ്പോൾ എൻ്റെ ആരുമല്ല. ഒരിക്കലും അവൾ എൻ്റെ ആരും ആയിരുന്നു വിട്ടുമില്ല. ഒക്കെ നിനക്ക് അറിയാമല്ലോ. എന്നിട്ടും കുറേ നാൾ നീ അവളുടെ പിന്നാലെ നടന്നില്ലേ? ഇനി അങ്ങനെ നടക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അവൾ മെല്ലെ ക്ലാസ്സിലേക്ക് നടന്നു. നമ്മുടെ പഠിത്തം തീരാൻ ഇനി 2-3 മാസം കൂടി മാത്രം. അതിനു മുമ്പ് എനിക്ക് നീ വ്യക്തമായൊരു മറുപടി തരണം, ഷീബ പറഞ്ഞു. എന്ത് മറുപടി? നിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഹരി. ഞാനത് പലവട്ടം സൂചിപ്പിച്ചിട്ടുള്ളതല്ലേ. ഇതുവരെ നിൻ്റെ മനസ്സിൽ ജ്യോതി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആരുമില്ലല്ലോ. പിന്നെ എന്തിനാ നിനക്ക് എന്നെ സ്നേഹിച്ചാൽ? അവൾ ചോദിച്ചു. എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് ഷീബ, പക്ഷേ അത് നീ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്നേഹമല്ല. നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമെന്നും എനിക്ക് തോന്നുന്നില്ല. അതെന്താ? നമ്മൾ 2 മതത്തിൽപ്പെട്ടവരായതുകൊണ്ട് അമ്മ സമ്മതിക്കത്തില്ലെന്ന് വിചാരിച്ചാണോ? അതൊന്നുമല്ല. എനിക്ക് പറ്റിയ പെണ്ണല്ല നീ. കൂടുതൽ ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഈ വിഷയം ഇനി സംസാരിക്കേണ്ട. ഷീബ അവനെ തുറച്ചു നോക്കി. അവൾക്ക് അടക്കാനാവാത്ത സങ്കടവും കോപവും തോന്നി. ക്ലാസ്സിലെത്തിയതുകൊണ്ട് മാത്രം അവളൊന്നും പ്രകടിപ്പിച്ചില്ല. അന്ന് ഇൻ്റർവെൽ സമയത്ത് ഹരികൃഷ്ണൻ ലൈബ്രറിയിൽ പോയിട്ട് വരുമ്പോൾ എതിരെ ജ്യോതിയും മല്ലികയും വരുന്നുണ്ടായിരുന്നു. ഹരികൃഷ്ണനെ കണ്ട് ജ്യോതിയുടെ കാലുകളൊന്ന് ഇടറി. അവൻ്റെ നേരെ നോക്കാതെ അവൾ വേഗം നടന്നു. ജ്യോതി, ഹരികൃഷ്ണൻ വിളിച്ചു. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഒന്ന് നിൽക്കൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മനസ്സില്ല മനസ്സോടെ ജ്യോതി അവിടെ നിന്നു. ഹരികൃഷ്ണന് അവളോട് എന്തോ പറയാനുണ്ടെന്ന് മനസ്സിലാക്കി അല്പം അകന്നു മാറിയാണ് മല്ലിക നിന്നത്. ജ്യോതിക്ക് എന്നോട് പകയും വെറുപ്പും ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്കതിൽ ഖേദമില്ല. കാരണം ഞാൻ ജ്യോതിയോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുതെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ അധികം വൈകാതെ അവസാനിക്കും. നല്ല സുഹൃത്തുക്കളായിട്ട് വേണം നമുക്ക് ഈ കലാലയത്തിൻ്റെ പടികളിറങ്ങി പോകാൻ. ശുദ്ധമായ മനസ്സോടെ. ഹരികൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ എവിടെയോ ചെന്ന് സ്പർശിച്ചു. എനിക്ക് ഹരിയോട് ദേഷ്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് സുഹൃത്തുക്കളാകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് നിങ്ങളെ ഇപ്പോഴും ഭയമാണ്. ദയവായി എന്നെ വെറുതെ വിട്ടേക്കൂ. കൂടുതലൊന്നും പറയാതെ ജ്യോതി തിരിഞ്ഞു നടന്നു. ഹരികൃഷ്ണൻ ചലിക്കാനാവാതെ നിന്നു. അന്ന് രാത്രിയിൽ വീട്ടിൽ വെച്ച് ജ്യോതി അവനെക്കുറിച്ച് സീമയോട് പറഞ്ഞു. ഹരികൃഷ്ണനോട് ചേച്ചി അങ്ങനെ അർത്ഥം കുറിച്ച് ഒന്നും പറയേണ്ടിയായിരുന്നു. സീമ അവളോട് വിയോജിച്ചു. നിനക്കങ്ങനെ പറയാം. എൻ്റെ കൂടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയിട്ട് അവൻ രമേശ് ഏട്ടനെ തെറ്റിദ്ധരിപ്പിച്ചാലോ? അതിനൊന്നും അവൻ മടിക്കത്തില്ല. ഇപ്പോൾ ഈ കുമ്പസാരം തന്നെ ഒരു നമ്പറല്ലെന്ന് ആർക്കറിയാം? ചേച്ചി ഇങ്ങനെ സംശയത്തിൻ്റെ കണ്ണുകൊണ്ട് കാണരുത്, സീമ ഉപദേശിച്ചു. അങ്ങനെയുള്ള മനസ്സല്ല മോളെ എൻ്റേത്. രമേശ് ഏട്ടനെ കുറിച്ച് പൂർണിമ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഏട്ടനോട് ഇതുവരെ ഒരക്ഷരം പോലും ഞാൻ ചോദിച്ചിട്ടില്ല, അറിയാമോ?
പറഞ്ഞു കഴിഞ്ഞാണ് അത് അബദ്ധമായി പോയെന്ന് ജ്യോതിക്ക് മനസ്സിലായത്. ആ കാര്യം ഇതുവരെ ഒരാളോടും പറഞ്ഞിട്ടില്ല. രമേശ് ചേട്ടനെ കുറിച്ച് പൂർണിമ ഡോക്ടർ എന്താണ് പറഞ്ഞത്? സീമ ചോദിച്ചു. അത് അത് ഒന്നുമില്ല മോളെ, നീ അതറിയണ്ട. ജ്യോതി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ സീമ വിട്ടില്ല. എന്താ എന്നോട് അക്കാര്യം പറയാൻ ചേച്ചിക്കൊരു മടി? ഇതുവരെ നമ്മൾ തമ്മിൽ പറയാത്ത ഒരു രഹസ്യവും ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ അന്യയായി അല്ലേ? സീമയുടെ വാക്കുകൾ അവളെ വല്ലാതെ കുത്തി നോവിച്ചു. അങ്ങനെയൊന്നും പറയാതെ സീമ, രമേശ് ചേട്ടനെ കുറിച്ചല്ല പൂർണിമ പറഞ്ഞത്, വേറെ ഏതോ രമേശിനെ കുറിച്ചാണ്. സത്യമല്ലെങ്കിൽ പോലും രമേശ് ചേട്ടനെ കുറിച്ച് നിന്റെ മനസ്സിൽ ഒരു കരട് പോലും വീഴരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അത് പറയാഞ്ഞത്. ജ്യോതി ന്യായീകരിച്ചു. എന്തായാലും എനിക്കതറിയണം, സീമ വാശി പിടിച്ചു. ചെമ്പശ്ശേരി നഴ്സിംഗ് ഹോമിൽ ഒരു പെണ്ണ് അബോർഷന് വന്നത്രേ. പൂർണിമ ചോദിച്ചപ്പോൾ രമേശ് എന്നൊരാളാണ് കാരണക്കാരൻ എന്നാണ് അവൾ പറഞ്ഞത്. സീമ നിസ്സാരമട്ടിൽ ചിരിച്ചു. ഇതാണോ അത്ര വലിയ രഹസ്യം? ഈ നാട്ടിൽ രമേശ് എന്നു പേരുള്ള എത്രയോ പുരുഷന്മാരുണ്ട്, അവൾ പറഞ്ഞു. അതല്ല മോളെ കാര്യം. പാലായിൽ PWD എഞ്ചിനീയറാണ് അയാളെന്നും അവൾ പറഞ്ഞു. സീമ അത് കേട്ട് ഞെട്ടി. സത്യമായിരിക്കുമോ അവൾ പറഞ്ഞത്? ജ്യോതി പെട്ടെന്ന് ചിന്താമഗ്നയായി. ചേച്ചി എന്താണ് ആലോചിക്കുന്നത്? സീമ ചോദിച്ചു. എനിക്ക് വെറുതെ തോന്നിയതായിരിക്കും. എന്നാലും ഇന്നലെ രാത്രി ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ രമേശൻ്റെ മൊബൈലിൽ ഒരു കോൾ വന്നു. രമേശേട്ടൻ വല്ലാതെ ഭയപ്പെട്ടതുപോലെ എനിക്ക് തോന്നി. പിന്നെ അടുപ്പിച്ച് 2 തവണ കോൾ വന്നു. രണ്ടും എടുക്കാതെ ഏട്ടൻ ക്യാൻസൽ ചെയ്തു. പെട്ടെന്ന് സീമയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. ആരാണ് വിളിച്ചതെന്ന് ചേച്ചി ചോദിച്ചില്ലേ? ചോദിച്ചപ്പോൾ റോങ് നമ്പറാണെന്നാണ് പറഞ്ഞത്. എന്തോ കുഴപ്പമുണ്ടെന്ന് സീമയ്ക്ക് പെട്ടെന്ന് പിടികിട്ടി. പക്ഷേ ജ്യോതിയെ ഭയപ്പെടുത്താൻ അവൾ ആഗ്രഹിച്ചില്ല. ഇത്രയുള്ളൂ കാര്യം. ഏത് ഫോണിലാണ് റോങ് നമ്പർ വരാത്തെ? അതോർത്ത് ചേച്ചി വിഷമിക്കുകയൊന്നും വേണ്ട. പക്ഷേ ഇപ്പം ലോകം വല്ലാതെ മാറിയിട്ടുണ്ട്. കണ്ണും കാതും തുറന്നു വയ്ക്കണം എപ്പോഴും. നമ്മളെ രക്ഷിക്കാൻ നമ്മളെ കാണും. സീമ എഴുന്നേറ്റ് അവളുടെ മുറിയിലേക്ക് പോയി. അവൾ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ജ്യോതിക്ക് മനസ്സിലായില്ല. അന്നത്തെ OP കഴിഞ്ഞ് പൂർണിമ ഏതാണ്ട് സ്വതന്ത്രയായപ്പോഴാണ് ഹാഫ് ഡോർ തുറന്ന് ഹരികൃഷ്ണൻ അവളുടെ കൺസൾട്ടിംഗ് റൂമിലേക്ക് കയറി ചെന്നത്. എന്താ ഹരി? അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചു. പതിവില്ലാത്ത സന്ദർശനമായിരുന്നു അത്. ഒന്നുമില്ല, വെറുതെ. ഹരി ഇരിക്കൂ. എതിർവശത്തുള്ള കസേരയിൽ ഹരികൃഷ്ണൻ ഇരുന്നു. ഇവിടെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? അവൻ ചോദിച്ചു. ഇല്ല. ക്വാർട്ടേഴ്സിലോ? ഞാൻ ഹാപ്പിയാണ്. അവനൊരു നിമിഷം നിശബ്ദനായിരുന്നു. തൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി മാത്രമാണ് ഹരികൃഷ്ണൻ വന്നതെന്ന് അവൾക്ക് തോന്നിയില്ല. അന്നത്തെ ആ കുട്ടി പിന്നെ വന്നില്ലേ? അവൻ ചോദിച്ചു. ആരുടെ കാര്യമാണ് അവൻ അന്വേഷിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഏതു കുട്ടി? പൂർണിമയുടെ കസിൻ്റെ കൂട്ടുകാരി. ഓ, കാർത്തിക. മിനിഞ്ഞാന്ന് വരുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ വന്നില്ല. ഞാൻ അക്കാര്യം മറന്നും പോയി. ആ രമേശ് ഞങ്ങളുടെ ജ്യോതിയുടെ ഹസ്ബൻഡ് രമേശ് അല്ലെന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്, അവൻ പറഞ്ഞു. നാളെയും കണ്ടില്ലെങ്കിൽ ഞാനൊന്ന് വിളിക്കാം, പൂർണിമ പറഞ്ഞു. ഏയ്, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. പൂർണിമ വെറുതെ ബുദ്ധിമുട്ടണ്ട. ഹരിക്ക് വേണ്ടി ചെയ്യുന്നതൊന്നും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുകയില്ല, അവൾ പറഞ്ഞു. പൂർണിമ പറഞ്ഞതിന് വേറെന്തെങ്കിലും അർത്ഥങ്ങളുണ്ടോ? ഹരികൃഷ്ണന് സംശയം തോന്നി. പക്ഷേ അവനത് ഭാവിച്ചില്ല. ശരി പൂർണിമ, ഞാൻ ഇറങ്ങുകയാണ്. അവൻ കൺസൾട്ടിംഗ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജ്യോതിയുടെ ഭർത്താവിൻ്റെ കാര്യത്തിൽ എന്തിനാണ് ഹരികൃഷ്ണൻ ഇത്ര താല്പര്യമെടുക്കുന്നത്? പൂർണിമയ്ക്ക് മനസ്സിലായില്ല. രാത്രിയിൽ അവൾ സുചിത്രയെ വിളിച്ചു. വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. അതിനിടയിൽ ഒരു സംഭവമുണ്ടായി പൂർണിമ. കാർത്തികയുടെ ബ്രദർ മരിച്ചു. നാട്ടിൽ പോയിട്ട് അവൾ ഇതുവരെ വന്നില്ല. സുഭാഷിൻ്റെ മരണത്തെക്കുറിച്ച് സുചിത്ര പറഞ്ഞു. വല്ലാത്ത ഒരു ട്രാജഡി ആണല്ലോ കാർത്തികയുടെ ലൈഫ്, പൂർണിമ പറഞ്ഞു. നാളെ അവൾ വരും. വരുമ്പോൾ ഞാൻ ചോദിക്കാം. എന്തായാലും അവളെ നീ രക്ഷപ്പെടുത്തണം, സുചിത്ര പറഞ്ഞു. വന്നാലല്ലേ പറ്റുമോ? പിറ്റേന്ന് ഉച്ചയായപ്പോൾ കാർത്തിക വന്നു. ആരാണിത് ചെയ്തതെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലടി. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ 1-2 ആഴ്ച കഴിയുമ്പം എല്ലാവരും അതങ്ങ് മറക്കും, അവൾ പറഞ്ഞു. നിന്റെ കാര്യം എന്ത് തീരുമാനിച്ചു? സുചിത്ര ചോദിച്ചു. എൻ്റെ എന്ത് കാര്യം? ഡോക്ടറെ കാണാൻ പോകണ്ടേ? വൈകുന്നേരം കൂടുതൽ കോംപ്ലിക്കേഷനാകും. ഇപ്പോഴാണെങ്കിൽ എളുപ്പമാണെന്നാണ് പൂർണിമ പറയുന്നത്. ഞാനത് ചെയ്യുന്നില്ല സുചിത്രേ, കാർത്തിക പറഞ്ഞു. സുചിത്ര അവളെ നിന്ന് നോക്കി. വിഡിത്തം പറയാതെ. നീ അതിനെ പ്രസവിച്ച് വളർത്താൻ പോവുകയാണോ? അതെ. ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിനക്ക് അറിവില്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെ പറയുന്നത്? അവിവാഹിതയായ അമ്മയെ ജനം അംഗീകരിക്കുന്ന കാലം ഇവിടെ വരാൻ അധികം വൈകും. കാർത്തിക ഒന്നും മിണ്ടിയില്ല. കുഞ്ഞിനെ ആര് വളർത്തും? ഒരു വരുമാനവുമില്ലാത്ത നീ അതിനെ കൊണ്ട് എങ്ങനെ ജീവിക്കും? ഗർഭിണിയായ നീ എങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും? സുചിത്രയുടെ ചോദ്യങ്ങൾക്കൊന്നും അവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. നാളെ നമ്മൾ ചെമ്പശ്ശേരി നഴ്സിംഗ് ഹോമിലേക്ക് പോകുന്നു, സുചിത്ര പ്രഖ്യാപിച്ചു. പിറ്റേന്ന് രാവിലെ കാർത്തികയും കൊണ്ട് അവൾ ചങ്ങനാശ്ശേരിയിലേക്ക് പോയി. ഉച്ചയ്ക്ക് മുമ്പ് അവർക്ക് പൂർണിമയെ കാണാൻ സാധിച്ചു. ഇന്ന് കാർത്തികയെ അഡ്മിറ്റ് ചെയ്യാം. നാളെ അത് നടത്താം. മറ്റന്നാൾ തിരിച്ചു വിട്ടേക്കാം, പൂർണിമ പറഞ്ഞു. 3 ദിവസം എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇവളുടെ കാര്യം നീ ഏൽക്കാമെങ്കിൽ ഇന്ന് തന്നെ എനിക്ക് പോകാമായിരുന്നു, സുചിത്ര പറഞ്ഞു. ചേച്ചി പോയിക്കോളൂ. കാർത്തികയോട് സേഫായിരിക്കും.
ബില്ല് എനിക്ക് അയച്ചു തന്നാൽ മതി. ഞാൻ ആണ് പേ ചെയ്യുന്നത്. അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ. ചേച്ചി ധൈര്യമായിട്ട് പോയിക്കോളൂ, പൂർണിമ പറഞ്ഞു. കാർത്തികയെ അഡ്മിറ്റ് ചെയ്ത് റൂം നമ്പർ 36-ലാക്കി. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. സാധിച്ചാൽ മറ്റന്നാൾ ഞാൻ വരാം. അഥവാ എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ 2 ദിവസം കൂടി നിനക്കിവിടെ താമസിക്കുകയും ചെയ്യാം. പോകും മുമ്പ് സുചിത്ര അവളോട് പറഞ്ഞു. അവൾ മെല്ലെ തലകുലുക്കി. വൈകുന്നേരം കാർത്തികയെ സന്ദർശിക്കാൻ പൂർണിമ 36-ാം നമ്പർ മുറിയിൽ ചെന്നു. അവളുടെ കയ്യിൽ ഒരു ഇംഗ്ലീഷ് വീക്കിലിയും ഹാൻഡ് ബാഗും ഉണ്ടായിരുന്നു. അവൾ നേരം കാർത്തികയോടൊപ്പം സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് വീക്കിലി മുറിയിൽ മനഃപൂർവ്വം മറന്നുവെച്ചിട്ടാണ് മടങ്ങിപ്പോയത്. വീക്കിലിക്കുള്ളിൽ രമേഷിൻ്റെയും ജ്യോതിയുടെയും വിവാഹ ഫോട്ടോ ഉണ്ടായിരുന്നു. അല്പനേരം കഴിഞ്ഞ് പൂർണിമ തിരിച്ചു ചെന്നപ്പോൾ കാർത്തിക ആ ഫോട്ടോയിൽ ഉറ്റുനോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ വീക്കിലി എടുക്കാൻ മറന്നു. ഈ ഫോട്ടോ ആരുടേതാണ് ഡോക്ടർ? കാർത്തിക പെട്ടെന്ന് ചോദിച്ചു. എൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ മകളുടേതാണ്. കല്യാണത്തിന് ക്ഷണിച്ചെങ്കിലും എനിക്ക് പോകാൻ സാധിച്ചില്ല. അതിന് ഫോട്ടോ വന്നു തന്നതാണ്. പൂർണിമ ഒരു നുണ പറഞ്ഞു. ഞാനിത് നാളെ തന്നാൽ മതിയോ ഡോക്ടർ? ആഗ്രഹത്തോടെ കാർത്തിക ചോദിച്ചു. എന്തിനാ കാർത്തികയ്ക്ക് ഈ ഫോട്ടോ? ഒന്നിനുമല്ല, വെറുതെ. എങ്കിൽ കാർത്തിക അത് വെച്ചോളൂ, നാളെ തന്നാൽ മതി. പെട്ടെന്ന് കാർത്തികയുടെ മനസ്സ് മാറി. അല്ലെങ്കിൽ വേണ്ട ഡോക്ടർ, അർഹതയില്ലാത്ത കാര്യങ്ങൾ ഞാനെന്തിനാണ് ആഗ്രഹിക്കുന്നത്? അവൾ ആ ഫോട്ടോ പൂർണിമയ്ക്ക് തിരിച്ചു കൊടുത്തു. അന്ന് രാത്രി മുഴുവൻ അവൾ കാർത്തികയെക്കുറിച്ചും ജ്യോതിയെക്കുറിച്ചുമാണ് ചിന്തിച്ചത്. 2 പെൺകുട്ടികളെ ഒരുപോലെ വഞ്ചിച്ചവനാണ് രമേഷ്. പിറ്റേന്ന് രാവിലെ പൂർണിമ റൗണ്ട്സിന് വന്നപ്പോൾ 36-ാം നമ്പർ മുറിയിൽ കാർത്തിക ഇല്ലായിരുന്നു. അവളുടെ എയർ ബാഗും കണ്ടില്ല. മേശപ്പുറത്ത് ഒരു കടലാസ് 4-ആയി മടക്കി അതിൻ്റെ മീതെ റൂമിൻ്റെ താക്കോൽ വെച്ചിരുന്നു. പൂർണിമ ആ കടലാസ് എടുത്ത് നോക്കി. ഡോക്ടർ, എന്നോട് ക്ഷമിക്കണം. എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ എനിക്ക് വയ്യ. ഞാൻ പോകുന്നു. ബുദ്ധിമുട്ടിച്ചതിന് മാപ്പ്. കാർത്തിക. പൂർണിമയുടെ കയ്യിലിരുന്ന് ആ കടലാസ് വിറക്കൊണ്ടു. കഥ തുടരും.